കർത്താവിന്റെ വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വചനം ജഡമായി തീർന്ന ആ കർത്താവ് നമ്മളുടെ മധ്യത്തിലുണ്ട്. കർത്താവിനെ നോക്കി നമുക്ക് ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവോടുത്ത സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്ത് അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണം, സ്നേഹത്താൽ നിറയ്ക്കണം. അവിടുത്തെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇരിക്കുന്നു. അവിടുത്തെ വചനം ഞങ്ങൾക്ക് അരുളി ചെയ്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങിൽ നിന്ന് തന്നെ ഞങ്ങൾ കേൾക്കണം. കർത്താവെ, ഞങ്ങളെ ഉത്സാഹിപ്പിക്കണം. ഞങ്ങളെ ആശ്വസിപ്പിക്കണം. ഞങ്ങളെ കർത്താവെ കൊണ്ട് ദോഷിച്ച് വഴി നടത്തണം. എല്ലാത്തിലും അവിടുത്തെ പുണ്യനാമത്തെ മുഹത്തപ്പെടുത്തിയായിട്ട് എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാത്രമുള്ള നാമത്തിൽ തന്നെ ആമേൻ. 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 നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിന്റെ 30 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് നിർത്തിയത്. ഞാൻ ആ പോർഷനിൽ നിന്ന് തന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ഞാൻ അതൊന്ന് ടച്ച് ചെയ്തുകൊണ്ട് പിന്നെ നമുക്ക് ആ 31 മുതലുള്ള വാക്യങ്ങളിലേക്ക് പോവാം. നമ്മൾ നോക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തില് അവിടെ ഇനിയും പല പല കാര്യങ്ങൾ നമ്മള് വചനത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ അതിന്റെ 3-ാമത്തെ വാക്യത്തില് റോമൻ പടയാളികളൊക്കെ കർത്താവിനെ പരിഹസിക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. യോഹന്നാൻ 19 അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തില് നമുക്കറിയാം, ഇതിന്റെ പോർഷനൊക്കെ നമുക്കറിയാം. കർത്താവ് ക്രൂശിക്കപ്പെടുന്ന ആ ഒരു രംഗമാണ് നമ്മള് 19 അധ്യായത്തിൽ കാണുന്നത്. 19 അധ്യായത്തിന്റെ 17 മുതൽ ആ കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അതിനു മുമ്പ് പിലാത്തോസിന് മുമ്പിലുള്ള കർത്താവിന്റെ ആ ഒരു വിചാരണയെ കുറിച്ചൊക്കെയാണ് നമ്മള് യോഹന്നാൻ 18-29 മുതൽ പിലാത്തോസിന് മുമ്പാകെ കർത്താവ് നിൽക്കുന്നതും കർത്താവിന്റെ നല്ല സ്വീകാരം, കർത്താവിന്റെ ആ നല്ല സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് പിന്നീട് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന രംഗമൊക്കെ നമ്മള് ഇതിനു മുമ്പ് നമ്മൾ കണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ആ വാക്യം അങ്ങ് എടുക്കുക. 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തില് അതിന്റെ 12-ാമത്തെ വാക്യത്തില് കർത്താവ് യേശുക്രിസ്തുവിൻ അതിന്റെ 12-ാമത്തെ വാക്യത്തില് അതിന്റെ ഇംഗ്ലീഷിൽ അതിന്റെ 12-ാമത്തെ വാക്യം, അത് നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ, നീ നിഷ്കളങ്കന ഈ കൽപ്പന നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പ്രത്യക്ഷ എങ്ങനെ സകല ഗുഡ് കൺഫെഷൻ, അതായത് അതിന്റെ 13-ാമത്തെ വാക്യം ഹു ടെസ്റ്റിഫൈഡ് ദ ഗുഡ് കൺഫെഷൻ ബിഫോർ പോണ്ടിയസ് പൈലറ്റ്. യേശു കർത്താവ് പറഞ്ഞ നല്ല സ്വീകാര്യം പിലാത്തോസിന് മുമ്പാകെ. അതിന്റെ മലയാളത്തിന്റെ 14-ാമത്തെ വാക്യവും ഇംഗ്ലീഷിൽ 13-ാമത്തെ വാക്യം. 1 തിമോത്തിയോസ് 6:14 പൊന്തിയോസ് പിലാത്തോസിന്റെ, അതായത് എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പിലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച് ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. അപ്പം പൊന്തിയോസ് പിലാത്തോസിന് മുമ്പില് കർത്താവിന്റെ നല്ല സ്വീകാരം, ഗുഡ് കൺഫെഷൻ, കർത്താവ് അവിടെ അന്നത്തെ റോമൻ ഗവൺമെന്റിന് മുമ്പാകെ യഹൂദന്മാരെ റോമൻ ഗവൺമെന്റിന്റെ ഗവർണറായിട്ടുള്ള പിലാത്തോസിന്റെ മുമ്പാകെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതും അവിടെ ഏറ്റവും അൺജസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രയൽ, ഏറ്റവും ഒരു ന്യായമില്ലാത്ത ഒരു വിചാരണയാണ്. ഈ ലോകത്തെ ചരിത്രത്തിൽ ഇത്രയും ന്യായമില്ലാത്ത ഒരു വിചാരണ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അത്രമാത്രം കർത്താവിന്റെ മേലെ ഒരു കുറ്റവും അവർക്ക് ചാർത്താനില്ലായിരുന്നെങ്കിൽ പോലും എങ്ങനെങ്കിലും ഇവനെ ഒടുക്കിക്കളയണം, ഇവനെ ഇല്ലാതാക്കണം എന്നുള്ള ആ യഹൂദ പ്രമാണിമാരുടെ, മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയൊക്കെ അവരുടെ ആ ഒരു ഗൂഢാലോചന പ്രകാരം കർത്താവ് അവിടെ ഏൽപ്പിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോ അവിടെ കർത്താവ് പറഞ്ഞ നല്ല സ്വീകാരം, അതിന്റെ ഒരു 2-fold കൺഫെഷൻ, അതിന്റെ ആ 2 വാക്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. അതിന്റെ 18-36 നമ്മൾ തിരിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പൊന്തിയോസ് പിലാത്തോസിന് മുമ്പാകെ കർത്താവ് പറഞ്ഞ നല്ല സ്വീകാര്യം 18-36 എന്റെ ലോകം ഇവിടത്തേതല്ല, എന്റെ ലോകം ഐഹികമല്ല എന്ന് കർത്താവോട് പറയുന്നുണ്ട്. എന്റെ ലോകം ഇവിടത്തേതല്ല എന്ന് പറയുന്നുണ്ട്. എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ ഞാൻ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വേണം എന്റെ ചേവേർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല. ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് നമ്മളിപ്പോ ക്രിസ്ത്യ ലോകത്ത് തന്നെ നോക്കുമ്പോൾ ഒട്ടുമിക്ക പ്രസംഗങ്ങളെല്ലാം ഈ ലോകത്ത് നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ സമ്പന്നരാകാം, കൂടുതൽ പ്രശസ്തരാകാം, കൂടുതൽ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ നേടാന്നുള്ള കാര്യങ്ങളാ ഇന്ന് ക്രിസ്തീയം എന്ന് പറയുന്ന ലോകത്ത് തന്നെ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇന്ന് ആൾക്കാര് തടിച്ചുകൂടുന്ന കൂട്ടങ്ങളെല്ലാം ഉള്ളത്. എന്നാൽ കർത്താവ് പറഞ്ഞ എന്റെ രാജ്യം ഐഹികമല്ല, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അല്ല. ഈ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ കർത്താവ് അത് ബ്ലെസ്സിങ്സ് ആയിട്ട് കർത്താവ് ആഡ് ചെയ്തോളും. മുമ്പേ അവന് രാജ്യവും നീതി അന്വേഷിച്ച വീണ്ടുന്നതെല്ലാം കൂടെ കൊടുക്കുമെന്ന് നമ്മൾ മത്തായി 6:33 വാക്യത്തിൽ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന ഒരു കാര്യം നമുക്കറിയാം. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മുടെ ലോകത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ വേണ്ടുന്നതെല്ലാം കർത്താവ് ആഡ് ചെയ്തോളും. പക്ഷെ നമ്മളുടെ രാജ്യം
യേശു കർത്താവ് നമ്മുടെ രാജാവ്, ആ കർത്താവ് രാജാവായ കർത്താവിന്റെ രാജ്യം ഈ ലോകത്തിൻ്റെതല്ല, അത് സ്വർഗരാജ്യമാണ്, ദൈവരാജ്യമാണ്. അവിടുത്തെ പൗരന്മാരായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പിന്നെ 19 അധ്യായത്തിന്റെ കർത്താവിന്റെ നല്ല സ്വീകാരത്തിന്റെ രണ്ടാമത്തെ പകുതി നമ്മൾ കാണുന്നത് 19 അധ്യായത്തിന്റെ 11 വാക്യത്തിലെ പിലാത്തോസിന് മുമ്പാകെ കർത്താവ് പല കാര്യങ്ങളും പറഞ്ഞായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടെന്ന്. അതിന്റെ 11 വാക്യത്തില് എന്താ, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ, യോഹന്നാൻ 19:11 മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേലും നിനക്ക് ഒരു അധികാരം ഉണ്ടാകുകയില്ലായിരുന്നു, അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. അതായത് കർത്താവ് എത്രമാത്രം ഒരു മാന്യതയോടെ, ഡിഗ്നിറ്റിയോടാണ് പിലാത്തോസിന് മുമ്പാകെ നിന്നത്. പിലാത്തോസ് കർത്താവിനെ കർത്താവിനെ എനിക്ക് നിന്നെ വിടുവിക്കാൻ നിനക്ക് അധികാരമുണ്ടെന്നൊക്കെ നിനക്ക് അറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ തൊട്ട് മുമ്പേ പറയുന്നുണ്ട്. പിലാത്തോസിനോട് കർത്താവ് ഒന്നും ഉത്തരം, എവിടെ നിന്നാ നീ വരുന്നതെന്ന് 9 വാക്യത്തിൽ നീ എവിടെ നിന്നാകുന്നു നീ ഉത്തരം പറഞ്ഞില്ല. അപ്പം പിലാത്തോസിന് നീ എന്നോട് സംസാരിക്കുന്നില്ലേ, നിന്നെ ക്രൂശിക്കുവാൻ എനിക്ക് അധികാരമുണ്ടെന്ന്, വിട്ടയക്കാൻ അധികാരമുണ്ടെന്ന് അറിയത്തില്ലേ എന്നൊക്കെ 10 വാക്യത്തിൽ ചോദിക്കുമ്പം മേലെ നിന്നുള്ള അധികാരമില്ലാതെ ഇപ്പൊ നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അത് വ്യക്തികളിൽ കൂടെ ആകാം, സാഹചര്യങ്ങളിൽ കൂടെ ആകാം, ദൈവം അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അതൊരു വെളിപ്പാടായിട്ട്, നമ്മളുടെ ആത്മാവിന്റെ ആഴത്തിൽ അതൊരു വെളിപ്പാടായിട്ട് എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും, ഇപ്പൊ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചില വാർത്തകൾ കേൾക്കുന്നു. ചിലപ്പോൾ ഒരു രോഗാവസ്ഥയായിരിക്കാം, ചിലപ്പോൾ ഒരു സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം, ചിലപ്പം ചിലർ നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചതോ അങ്ങനെയൊക്കെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ചില സാഹചര്യങ്ങളോ വ്യക്തികളിൽ നിന്നൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ദൈവം തമ്പുരാൻ അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിച്ചില്ല. ഇന്ന് തന്നെ ഞങ്ങൾ കായംകുളത്ത് നിന്ന് ഇങ്ങോട്ട് തിരിയുന്ന സമയത്ത് ആദ്യം എന്തോ അവിടെ ആ വൺ വേ കണ്ടുള്ളല്ലോ, അപ്പൊ അതറിയാതെ അങ്ങോട്ടെങ്ങാണ്ട് തിരിഞ്ഞു, കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ കറങ്ങി പിന്നെ ഒന്നുകൂടെ വരണ്ട വന്നു. അപ്പൊ ഞാൻ ദൈവം അറിയാതെ അനുവദിക്കാതെ ശരി ഒരു 5 മിനിറ്റ് കൂടെ ലേറ്റ് സാരമില്ല, ദൈവതമ്പരനെ അറിയാതെ ശരി നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എങ്കിലും എന്തെങ്കിലും എല്ലാത്തിലും നമുക്ക് അവിടെ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവതമ്പരനെ അറിയാതെ അനുവദിക്കാതെ നമുക്ക് ഏത് സാഹചര്യത്തിലും നമ്മളൊരു അസ്വസ്ഥരാവണ്ടയോ പാനിക് ആവണ്ടയോ, നമുക്ക് പരാതി വെറുപ്പൊന്നിന്റെ ആവശ്യമില്ല. എന്താണെങ്കിലും കർത്താവ് അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പം എല്ലാത്തിന്റെ അധികാരം കർത്താവിന്റെ മേലെ ഉള്ളത്. രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ തന്നെ തിരിക്കുന്നത് ഈ കർത്താവാണെന്ന് നമ്മൾ സദൃശ്യവാക്യം 21 വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. നീർച്ചാലുകളെ, അതായത് വെള്ളത്തിന്റെ ചാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒഴുക്കി വിടണമെങ്കിൽ എത്ര എളുപ്പമാണ്, മമ്മട്ടി വെച്ചൊന്ന് ചാല് കയറിയാൽ മതി. അതുപോലെയുള്ള ദൈവത്തിന് രാജാക്കന്മാരുടെ, അതായത് രാജാക്കന്മാർ പറഞ്ഞാൽ പ്രസിഡന്റും പ്രൈം മിനിസ്റ്റർ, അത്രയും ഏറ്റവും വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരുടെ തീരുമാനങ്ങളെ വഴിതിരിച്ചു വിടാൻ കർത്താവിന് ഒരു വെള്ളത്തിന്റെ ചാല അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നത് പോലെ ഉള്ളൂ എന്ന് നമ്മൾ അവിടെ സദൃശ്യവാക്യം 21:1 വായിക്കുന്നത്. അപ്പൊ ആ ഒരു കർത്താവിന്റെ ഒരു ഡിഗ്നിറ്റി, ആ ഒരു മാന്യത അവിടെ നമ്മളവിടെ കാണുന്നുണ്ട്. യോഹന്നാൻ 19:11. പിന്നെ ഞാൻ മുമ്പേ പറയാൻ തുടങ്ങിയ കാര്യം വെച്ചാൽ 3 വാക്യത്തിൽ ഈ റോമൻ പടയാളികളെ കർത്താവിനെ പരിഹസിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മളത് വായിക്കുമ്പം കർത്താവിന്റെ ഒരു അങ്കി ഉണ്ടായിരുന്നു. ആ അങ്കി മാറ്റിയിട്ട് അങ്കിയില് അവര് ഒത്തിരി ചാട്ടവരട്ട് അടിച്ചു. 19 വാക്യത്തില് കർത്താവിനെ അടിക്കാനായിട്ട് കൊടുത്തു, കർത്താവിനെ വാറുകൊണ്ട് അടുപ്പിച്ചു എന്നൊക്കെ നമ്മളവിടെ 19:1 വാക്യത്തിൽ, യോഹന്നാൻ 19:1 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെ കർത്താവിനെ ഒന്ന് കളിയാക്കണം. അപ്പൊ ഈ റോമൻ പടയാളികൾക്ക് കർത്താവിനെ കളിയാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? രാജാക്കന്മാരുടെ വസ്ത്രമായി ധൂമ്രവസ്ത്രം. അപ്പൊ ആ ധൂമ്രവസ്ത്രം ധരിപ്പിച്ച് കർത്താവിനെ കളിയാക്കുന്നതും അവിടെ കർത്താവിനോട് അവർ പറഞ്ഞ ഹെയിൽ കിങ് ഓഫ് ജ്യൂസ്, അതിന്റെ 3 വാക്യത്തില് എന്താ 3 വാക്യത്തിൽ ജയ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞു, ജയ യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അവനെ കരണത്തടിച്ചു. അപ്പം ചില ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പറയുന്ന വെച്ചാല് ഈ എക്സാക്ട്ലി അവർ എന്ത് പറഞ്ഞാ കളിയാക്കിയത്, അങ്ങനെ ആ സമയത്തൊന്നും ശിഷ്യന്മാരാരും കർത്താവിന്റെ കൂടെ ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് കർത്താവ് അങ്ങ് ക്രൂശിക്കപ്പെടുന്നു, കർത്താവ് അങ്ങ് പിന്നെ ഉയർത്തെഴുന്നേറ്റു അവർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ഒരുപക്ഷെ ഇതിന്റെ ആ എക്സാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മത്തായി 27 വായിക്കുമ്പോൾ കുറച്ചുകൂടി ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരിങ്ങനെ ഒരു കോല് കൊടുത്തു, കോല് വെച്ച് അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് ഒരുപക്ഷെ ഈ റോമൻ പടയാളികളിലെ ചിലരെങ്കിലും രക്ഷിക്കപ്പെട്ടിരുന്നിരിക്കുക. അതുകൊണ്ടായിരിക്കാം ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് ചില ബൈബിൾ പണ്ഡിതന്മാര് പറയുന്നത് ഞാനിങ്ങനെ വായിക്കാനിടയായി. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ കർത്താവ് ഇത്രയൊക്കെ സഹിക്കുന്ന സമയത്തും ഇവർ ചെയ്യുന്നതൊന്നും അറിയായികയിൽ ഇവരോട് ക്ഷമിക്കണമെന്ന് കർത്താവ് പറയുന്നതൊക്കെ പിന്നീട് ക്രൂശിൽ കിടന്ന് പറയുന്നതൊക്കെ നമ്മൾ ലൂക്കോസ് 23:34 നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് വായിച്ചായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പല പ്രയാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ സമയത്ത് നമ്മളുടെ ആ ഒരു
നമ്മളുടെ റിയാക്ഷൻ, ആരോ പറഞ്ഞതുപോലെ നമ്മുടെ ആക്ഷൻ അല്ല, നമ്മുടെ റിയാക്ഷൻ ആണ് മറ്റുള്ളവരെ കൂടുതൽ ചിന്തിപ്പിക്കുന്നതെന്ന് പറയാം. നമുക്ക് പല പല ആക്ഷൻ, പല രീതിയിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൂട്ടാം, യേശുവിനെ കുറിച്ച് പല കാര്യങ്ങൾ പറയൂ കാര്യങ്ങളൊക്കെ. പക്ഷെ ചില സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ പെട്ടെന്നുള്ള നമ്മുടെ റിയാക്ഷൻ എങ്ങനെയാണ്? അതായത് പെട്ടെന്ന് ഒരു ദേഷ്യം ഉണ്ടാവുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാവുന്ന, പെട്ടെന്ന് ആങ്സൈറ്റി, ആകുല ചിന്തകൾ ഉണ്ടാവുന്ന രീതിയിലുള്ള ചില, അല്ലെങ്കിൽ നമുക്ക് പ്രകോപനം ഉണ്ടാവുന്ന രീതിയിൽ നമ്മുടെ ഭാര്യയായിരിക്കും, നമ്മുടെ ഭർത്താവായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്നായിരിക്കും, നമ്മുടെ കൂട്ടു സൗകര്യങ്ങളിൽ നിന്നായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ചില പെട്ടെന്നുള്ള ചില പ്രതികരണങ്ങളോ പെരുമാറ്റങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആ സമയത്തുള്ള നമ്മുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? കർത്താവിന്റെ ആ റിയാക്ഷൻ, കർത്താവ് ഇത്രയും അവര് പരിഹസിക്കാനായിട്ടാണ് ഈ ധൂമ്രവസ്ത്രം എന്ന് പറഞ്ഞാല് സ്കാളറ്റ് റോബ്, ചുവപ്പ് അങ്കി, അതായത് പേർപ്പിൾ അല്ലെങ്കിൽ സ്കാളറ്റ് റോബ് രാജാക്കന്മാരുടെ വസ്ത്രമായിരുന്നു. അപ്പൊ ഇവൻ യഹൂദന്മാരുടെ രാജാവാണെന്നാണല്ലോ ഇവന്റെ മേലുള്ള കുറ്റാരോപണം. അപ്പോൾ രാജാക്കന്മാർക്ക് ഉടുന്ന ധൂമ്ര വസ്ത്രമൊക്കെ അവർ പെട്ടെന്ന് സംഘടിപ്പിച്ച് കർത്താവിനെ അവർ പരിഹസിക്കാൻ വേണ്ടി അത് ചെയ്തതാണെന്ന് പറയുന്നതിന്റെ വേറൊരു കാരണം കൂടെ നമ്മൾ മത്തായി 27 പെട്ടെന്ന് മറിക്കുവാണെങ്കിൽ, അവിടെ മത്തായി 27:31 അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിക്കുവാൻ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പം പരിഹസിക്കാൻ വേണ്ടി മാത്രമായിട്ട് അവര് അപ്പോഴത്തേക്ക് ഒരു എന്തോന്ന് പറയുന്നത്, കർത്താവിന് ഒരു കളിപ്പാവ് എന്ന വണ്ണം നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാത്തെയും സൃഷ്ടിച്ച ദൈവമാണ്, എല്ലാത്തെയും സൃഷ്ടിച്ച വചനമായ ക്രിസ്തു, ആ കർത്താവ് നമ്മെ പോലെ ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നപ്പോൾ കർത്താവിന് 12 ലഗിയോൻ സൈന്യത്തെ, അതായത് 72,000 ദൂതന്മാരെ ഒറ്റയടിക്ക് വിളിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ കർത്താവ് മത്തായി 26 50, 51, 52 വാക്യങ്ങളിലൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പം അത്രയും കർത്താവിന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നു. പക്ഷെ കർത്താവ് തന്നെ അങ്ങ് ബലഹീനനാക്കി ഇത് പിതാവിന്റെ ഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു, മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായിട്ട് എന്ന് പറയുമ്പോൾ, മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായിട്ട് എന്ന് പറയുമ്പോൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് ഇതെല്ലാം ചെയ്തേ എന്ന് നമ്മുടെ പേഴ്സണലായിട്ട് നമ്മളത് എടുക്കുമ്പോൾ, അതായത് കർത്താവ് ആ അവസാന തുള്ളി രക്തവും ചൊരിയണമായിരുന്നു. അപ്പൊ അതിനായിട്ട് പാപയാഗമായിട്ട്, ആ പാപയാഗത്തിന് അവസാന തുള്ളി രക്തവും, പാപയാഗത്തിന്റെ രക്തം മുഴുവനും പാപയാഗമായി തീരുന്ന ആ ഒരു കാളയുടെയോ ആടിന്റെയോ ഒക്കെ രക്തം മുഴുവനും അത് ചിന്തപ്പെടണമെന്ന് നമ്മൾ ലേവ്യർ 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. നമ്മൾ ആ വാക്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച എടുത്ത് വായിച്ചായിരുന്നു. അപ്പൊ ആ യേശുവിന്റെ രക്തം മുഴുവനും ചിന്തപ്പെടണം. അപ്പൊ അതിനായിട്ട് ഇതെല്ലാം ഈ ചാട്ടവാറ അടിച്ച് കഴിഞ്ഞിട്ട് ആ വസ്ത്രം പുറത്തെല്ലാം ചാട്ടവാറ അടിച്ചിട്ട് വസ്ത്രം വലിച്ചു കീറുമ്പം, വസ്ത്രം എടുത്ത് മാറ്റിയിട്ട് വേറെ വസ്ത്രം ധരിപ്പിക്കുമ്പം ആ രക്തവും ഇതെല്ലാം കൂടെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് ആ മാംസം കൂടെ ഒക്കെ കുറെ പച്ച മാംസം കൂടി വരും. അപ്പോഴത്തേക്ക് അത്രയും കൂടെ രക്തം എല്ലാം കൂടെ ഒഴുകും. അപ്പൊ അതെല്ലാം അത് കഴിഞ്ഞിട്ട് പിന്നെ ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. അപ്പൊ പരിഹസിച്ച് തീർന്ന ശേഷം പിന്നെ മറ്റേ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചെന്ന് പറയുമ്പോൾ പരിഹസിക്കാനായിട്ട് അവരങ്ങനെയൊക്കെ ചെയ്തു. എന്നാൽ അതില് ചില റോമൻ പടയാളികൾ ഒരു പക്ഷേ അവര് രക്ഷയിലേക്ക് വന്നിരിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ അത് എത്ര വലിയൊരു കർത്താവിന്റെ ജീവിതത്തിന്റെ എത്ര വലിയൊരു സൗരഭ്യവാസന, അതായത് വെട്ടുവാൻ വരുന്ന ആൾക്കാർക്കും സൗരഭ്യം പരത്തുന്ന ചന്ദനത്തിന്റെ മരത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ അതുപോലുള്ള ഫലവൃക്ഷത്തെ കുറിച്ചൊക്കെ, വെട്ടാൻ വരുന്ന കല്ലെറിയുന്നവർക്കും മാങ്ങ കൊടുക്കുന്നു പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നമുക്കിതെല്ലാം പറയാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പെരുമാറ്റങ്ങൾ പലരിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ആ സമയത്ത് നമ്മളുടെ വാക്കുകളും ചിന്തകളും നമ്മളുടെ പ്രവൃത്തികളും നമ്മളുടെ പ്രതികരണങ്ങളും എങ്ങനെയാണെന്നുള്ളൊരു കാര്യമൊക്കെ കർത്താവിന് മുമ്പാകെ ശോധന ചെയ്യുവാൻ, യേശു കർത്താവിന്റെ ആ ഒരു മാതൃകയിലേക്ക് യേശുവിനെ പോലെ ആകുവാനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവിന്റെ ആ സ്വരൂപത്തിലേക്ക് അനുരൂപപ്പെടുവാനാണ്, പുത്രന്റെ സ്വരൂപത്തിലേക്ക് അനുരൂപപ്പെടാനാണെന്നൊക്കെ നമ്മൾ റോമർ 8:29 വായിക്കുന്നുണ്ട്. അപ്പൊ ആ കർത്താവിനെ പോലെ ആയിത്തീരാൻ വേണ്ടിയാണ്. അപ്പം യേശുവിന്റെ മാതൃക നമ്മളവിടെ കാണുന്നുണ്ട്. പല പല പ്രയാസങ്ങളൊക്കെ സഹിക്കുന്ന സമയത്തും കർത്താവിൽ ഒരു നീരസവോ ഒരു അസ്വസ്ഥതയോ ഒരു കയ്പോ അങ്ങനെ ഒരു പരാതിയോ വെറുപ്പൊന്നും വരാതെ കർത്താവ് അവരോട് സ്നേഹത്തോടെ കർത്താവ് അവരോട് പിതാവ് കൊടുത്ത ജ്ഞാനത്തിനനുസരിച്ച് കർത്താവ് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നത്. അപ്പം പിതാവിനാൽ പരിശുദ്ധാത്മാവിലൂടെ തനിക്ക് ഓരോ സമയത്തും പിതാവ് പറയുന്നതനുസരിച്ച് പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ താൻ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ഇത് യോഹന്നാൻ 5:19 കർത്താവ് പറയുന്നുണ്ട്. അപ്പം പിതാവ് ഓരോ സമയത്തും എന്ത് പറയണം, എങ്ങനെ പറയണം, എന്ത് പറയരുത് എന്നൊക്കെ പറയുന്നതനുസരിച്ച് കർത്താവ് നീങ്ങി ആ ഒരു കർത്താവിനെ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം ആ ഒരു കർത്താവിന്റെ നല്ല സ്വീകാരത്തിന്റെ കാര്യവും പിന്നെ ആ ഒരു റോമൻ പടയാളികളുടെ ഒരുപക്ഷെ ആയിരിക്കുന്ന ഒരു മാനസാന്തരത്തെ കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പം കർത്താവിന്റെ ആ ഒരു ഓരോ കാര്യവും കർത്താവ് എത്ര അധികം പിതാവിന്റെ ഹിതത്തിന് പൂർണ്ണതയിൽ ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുമ്പോൾ യേശു കർത്താവ് സ്വന്തം ക്രൂസ് എടുത്തുകൊണ്ട് ഇതിന്റെ 17-ാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ വാക്യമാണെങ്കിലും ഞാൻ ആ 30 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങളും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ അവർ യേശുവിനെ കൈയേറ്റു, അവൻ താൻ തന്നെ ക്രൂശ് ചുമന്നുകൊണ്ട്
എബ്രായ ഭാഷയിൽ ഗുൽഗോത എന്ന പേരുള്ള തലയോട് എന്ന സ്ഥലത്തേക്ക് പോയി. അപ്പം യേശുവിനെ ക്രൂശ് ചുമന്നുകൊണ്ട്, ആ മരക്കുരിശും ചുമന്നുകൊണ്ട് പോയത് എന്തിന്റെ അത് കർത്താവ് അത് ചുമന്നുകൊണ്ട് പോയപ്പോ നമ്മളെ ഉൽപ്പത്തി പുസ്തകം 22 ഇതുപോലെ തടി ചുമന്നുകൊണ്ട് പോയ ഒരു ബാലകനെ അല്ലെങ്കിൽ ഒരു യുവാവിനെ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22 എന്ന് പറയുമ്പോഴേ നമുക്ക് ബൈബിള് വായിച്ചിട്ടുള്ളവർക്ക് നമുക്ക് അറിയാം, അത് എബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് ദൈവം പറയുമ്പോൾ അവിടെ ഇതുപോലെ തടിയും ചുമന്നുകൊണ്ട് മല കയറിയ ഒരു മകനെ നമ്മളവിടെ കാണുന്നുണ്ട്. അത് നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 22 6 വാക്യത്തില എബ്രഹാം ഹോമയാഗത്തിനുള്ള വിറക് എടുത്ത് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. അതായത് ദൈവപിതാവ് ആ ക്രൂശ് ഒരു മരക്കുരിശിലാ കർത്താവ് മരിക്കുന്നത്. അപ്പൊ ആ തടി മകന്റെ ചുമലില്, മകന്റെ മേലെ എബ്രഹാം വിറക് വെച്ചിട്ട് എന്ന് നമ്മളവിടെ വായിക്കുന്നത്, ഇസ്രായേലിന്റെ ചുമലിൽ വെച്ചിട്ട്. അപ്പൊ യേശു ഈ കുരിശ് ചുമലിൽ വഹിക്കുന്നതിന്റെ ഒരു പ്രതീകമാണ് നമ്മളവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എബ്രഹാം ഇസ്ഹാക്കിന്റെ മേലെ ഈ വിറക്, അതായത് തടി കഷ്ണങ്ങൾ വെച്ചതിന്റെ ഒരു പ്രതീകം നമ്മളവിടെ ഉൽപ്പത്തി പുസ്തകത്തിലെ കാണുന്നത്. അതായത് തീയും കത്തിയും താന് എടുത്തു, ഇരുവരും ഒന്നിച്ച് നടന്നു എന്നുള്ളൊരു കാര്യം. അപ്പം അവിടെ യേശുവിന്റെ കൂടെ അദൃശ്യനായിട്ട് പിതാവും കൂടെ നടന്ന്, ചില പിതാവ് ഈ യാഗം കഴിക്കാൻ പോകുമ്പോൾ എന്തായാലും പുത്രനെ അങ്ങ് യാഗം കഴിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു ലാഘവല്ല, മറിച്ച് തന്റെ ഏകജാതനായ പുത്രൻ, അതായത് ഇസഹാക്ക് എബ്രാഹിമിനെ സംബന്ധിച്ചോളം തന്റെ വാർദ്ധക്യത്തിൽ തനിക്ക് അതുപോലെ പ്രാർത്ഥിച്ചു കിട്ടിയ ഒരു മകൻ, ആ മകനെ ഇഷ്മായേലോ പോയി, പിന്നെ ഇനിയിപ്പോ ഇസഹാക്കേ ഉള്ളൂ, നീ സ്നേഹിക്കുന്ന, അതിന്റെ തൊട്ട് മുമ്പേ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഉൽപ്പത്തി 22 2-ാമത്തെ വാക്യത്തിൽ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ, ഞാൻ വേറെ ആരെയും കുറിച്ചും അല്ല പറയുന്നേ, യാഗം കഴിക്കണമെന്ന് ദൈവം പറഞ്ഞപ്പം ആ ദൈവത്തോടുള്ള ഒരു അനുസരണം, അത് ആ പഴയ നിയമത്തിന്റെ കാലത്തില് പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലൊന്നും അന്ന് വന്നിട്ടില്ലായിരുന്നു. എന്നാൽ അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു പരിശുദ്ധാത്മാവിന്, അവരുടെ മേലുണ്ടായിരുന്ന ആ പരിശുദ്ധാത്മാവിന്റെ സ്വാധീനം എന്ന് പഴയ നിയമത്തിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു കാലയളവിൽ തന്നെ ദൈവത്തെ അതുപോലെ ഭയഭക്തിയോട് അനുസരിച്ച് അവർ എബ്രഹാമിന്റെ ഒരു അനുസരണം, ആ എബ്രഹാമും ഇസഹാക്കുമായിട്ട് വിറകം ചുമന്നുകൊണ്ട് ഈ പയ്യന് ഇസഹാക്കിന് ആ സമയത്ത് ഒരു 17, 20, 25 ആ ഒരു റേഞ്ചിലുള്ള പ്രായമെന്നൊക്കെയാണ് നമ്മളെ ഉൽപ്പത്തിയിലെ ആ ഒരു അതിന്റെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഒരു 20-നടുത്ത പ്രായമാണ് ഇസഹാക്കിനെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ ഒരു യൗവനക്കാരനായിട്ടുള്ള ആ അനുസരണമുള്ള ഒരു മകന് അപ്പൊ ആ മലമുകളിലേക്ക് വിറകും എടുത്തുകൊണ്ട് തടി ഈ വിറകും ചുമലിൽ വെച്ചുകൊണ്ട് കയറുന്ന ആ ഒരു ഇസഹാക്ക്, അപ്പൊ അത് തന്റെ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്ന ആ ഒരു യേശുവിന്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാം. അപ്പൊ അവർ ഇരുവരും ഒരുമിച്ച് നടന്നു. അപ്പം അദൃശ്യനായിട്ട് പിതാവും യേശുവിന്റെ കൂടെ നടന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പൊ ആ ഒരു എബ്രഹാമിന്റെ മനസ്സില് തന്റെ മോനെ ഞാൻ ഇനി എത്ര നേരം എനിക്ക് ഈ മോനെ കാണാനൊക്കും, എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് അറിയത്തില്ല, ദൈവം പുനരുദ്ധാനത്തോടെ തിരിച്ചു തരുന്നുള്ള വിശ്വാസത്തിന്റെ വാക്കൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു മനസ്സിലുള്ള 1000 ചോദ്യങ്ങളൊക്കെ ആയിട്ട് എന്ന് പറയുന്നത് പോലെ സ്വർഗസ്യ പിതാവ് അതുപോലെ വേദനിച്ചു. തന്റെ മകനെ ആ ക്രൂശില് 6 മണിക്കൂർ നേരം ക്രൂശില് രാവിലെ 9 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെയാണ് കർത്താവ്, 6 മണിക്കൂർ നേരമാണ് കർത്താവ് ക്രൂശിൽ കിടന്നത്. അതിന്റെ 12 മുതൽ ലാറ്റർ ഹാഫിൽ, അതിന്റെ 2-ാമത്തെ പകുതി 12 മണി, ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ആ പിതാവിനാൽ കൈവിടപ്പെട്ടവനായിട്ട് അവിടെ ഇരുട്ടൊക്കെ വ്യാപരിച്ച് നരകാഗ്നിയിലേക്ക് കർത്താവിന്റെ മേൽ കർത്താവ് പാപമാക്കപ്പെട്ടു എന്നൊക്കെ 2 കൊരിന്ത്യർ 5:20 നമ്മൾ വായിക്കുന്നത് പോലെ കർത്താവ് അവിടെ പാപമാക്കപ്പെട്ടു, പാപം അറിയാത്തവൻ പാപമാക്കപ്പെട്ടു. കർത്താവ് ആ പാപത്തിന്റെ ശിക്ഷയായിട്ടുള്ള ദൈവത്തിന്റെ ക്രോധാഗ്നി, നരകാഗ്നി, ദൈവത്തോടുള്ള വേർപാടെല്ലാം സഹിച്ച് അതായിരിക്കുമ്പം ആ ഒരു പിതാവിന്റെ ഹൃദയം എത്രമാത്രം തേങ്ങിയിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ 3 ഭാഷകളിലാണ് ഇത് എഴുതി വെച്ചേക്കുന്നത്. 20-ാമത്തെ വാക്യം, യോഹന്നാൻ 19:20 വാക്യത്തില് എബ്രായ ഭാഷയിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പിലാത്തോസ് ഒരു മേലെഴുത്ത് എഴുതി ഇത് തൂക്കിയിരുന്നു. എന്തിനാ ഈ 3 ഭാഷയിൽ എഴുതി വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ അന്ന് എബ്രായ ഭാഷ എന്ന് പറഞ്ഞാല് അവിടെ അതിന്റെ ആ 20-ാമത്തെ വാക്യത്തിൽ, 20-ാമത്തെ വാക്യത്തിൽ അത് എബ്രായ, റോമ, യവന ഭാഷകൾ എഴുതിയിരുന്നു. എബ്രായ ഭാഷയിൽ എഴുതിയെന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക്, അതിലേക്കൂടെ പോകുന്ന യഹൂദന്മാർക്കെല്ലാം മനസ്സിലാവണം ഇവനാണ് കുറ്റവാളി എന്നുള്ള കാര്യം മനസ്സിലാവണം. എബ്രായ ഭാഷയില് അവിടെ ന്യായപ്രമാണം എല്ലാ എബ്രായ ഭാഷയിലായിരുന്നു. അപ്പം ആ യഹൂദന്മാർക്ക് മനസ്സിലാവാൻ വേണ്ടി പിന്നെ റോമ ഭാഷയിൽ, ഇംഗ്ലീഷിൽ ലാറ്റിൻ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ഇംഗ്ലീഷിൽ ലാറ്റിൻ, മലയാളത്തിൽ റോമ ഭാഷയിൽ നിന്നും എഴുതിയിരിക്കുന്നത് ഞാൻ നോക്കിയപ്പോ അതിന്റെ ആ ഒറിജിനൽ ഗ്രീക്കിനകത്ത്
റോമൈസ്റ്റി എന്ന് പറഞ്ഞൊരു വാക്ക്. റോമൈസ്റ്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് ലാറ്റിൻ ഭാഷയെ കുറിക്കുന്നത്. അതായത് റോമിന്റെ ശക്തി എന്നൊക്കെയാ, റോമിന്റെ ശക്തി, റോമിന്റെ ഭാഷ. അന്ന് റോമക്കാർ സംസാരിച്ചിരുന്ന റോമക്കാരുടെ ഭാഷയായിരുന്നു ലത്തീൻ ഭാഷ, ലാറ്റിൻ ഭാഷ. അപ്പൊ അതുകൊണ്ട് ആ റോമൻ ഗവൺമെന്റ് ആയിരുന്നു അവിടെ ഇസ്രായേലിനെ ഭരിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് അവർക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടി, റോമൻ പടയാളികൾക്കും റോമക്കാർക്കും എല്ലാം, റോമൻ ഗവൺമെന്റിന്റേതായ ഒഫീഷ്യൽസ് അവർക്കെല്ലാം മനസ്സിലാവാൻ വേണ്ടിയ റോമ ഭാഷയിൽ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ യവന ഭാഷ, യവനന്മാരായിരുന്നു അന്നത്തെ വലിയ ജ്ഞാനികള്, വലിയ അന്ന് പെസഹ ഒക്കെ ഉള്ള സമയം. അപ്പൊ പല യവനന്മാരും പലയിടത്തു നിന്നുള്ള ആൾക്കാരും ഒക്കെ വരും. യവനന്മാര് കർത്താവിനെ കാണാൻ വേണ്ടി വന്നതൊക്കെ യോഹന്നാൻ 12-ാം അധ്യായത്തിലൊക്കെ തന്നെ നമ്മൾ 20-ാമത്തെ വാക്യം മുതലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ യവനന്മാര് വലിയ ജ്ഞാനികൾ, വലിയ വലിയ ജ്ഞാനിയായിട്ടുള്ള ഗുരുവായിട്ടുള്ള യേശുവിനെ തേടിയൊക്കെ ആൾക്കാർ അന്ന് വന്നു. പിന്നെ വലിയ വലിയ ജ്ഞാനങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള യവനക്കാർക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടി, ഗ്രീക്കുകാർക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടി ഗ്രീക്ക് ഭാഷയിലൊക്കെ എഴുതി വെച്ചു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം ആ നമ്മൾ ഈ ക്രൂസിന്റെ പടം കണ്ടിട്ടുണ്ടെങ്കിൽ INRI എന്ന് അതിന്റെ മുകളില് എഴുതി വെച്ചിട്ടുള്ളതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം നിനക്ക് അർപ്പജൻ ജോസിനും ചോദിച്ചത് എന്ത് ഈ INRI, അപ്പൊ എനിക്കും അറിയത്തില്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഗൂഗിള് നോക്കി. അപ്പൊ ഗൂഗിള് നോക്കിയപ്പോ ഒന്നുമല്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ 19-ാമത്തെ വാക്യത്തിൽ വായിച്ചില്ലേ, ജീസസ് ദ നാസറീൻ ദ കിങ് ഓഫ് ദ ജ്യൂസ് എന്നുള്ളത്, അതിന്റെ ലാറ്റിൻ ഭാഷയില് അതിന്റെ ഷോർട്ട് ഫോം ആണ് INRI എന്ന് പറഞ്ഞാല്. ലാറ്റിൻ ഭാഷയില് ഇസ്വസ് നസ്രാനസ് റെക്സ് ഇബ്ദിയോറം എന്ന് പറയുന്ന ആ ഒരു 4 വാക്കുകളാണ്. അതായത് ജീസസ് ദ നാസറീൻ ദ കിങ് ഓഫ് ദ ജ്യൂസ് എന്നുള്ളതിന്റെ ലത്തീൻ ഭാഷയിലുള്ള ആ ഒരു മേലെഴുത്താണ് ഈ INRI എന്നുള്ള ഒരു കാര്യം. അത് പലപ്പോഴും നമുക്ക് പലപ്പോഴും നമ്മൾ അറിയും കേൾക്കുകയൊക്കെ കാര്യങ്ങൾ എന്താ സംഭവം, അതാരോ എന്തോ എഴുതി വെച്ചിരിക്കുന്നു എന്ന്. പക്ഷെ അപ്പൊ അതിന്റെ എന്താന്നുള്ള കാര്യം അറിയുമ്പോൾ അതാണെന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതെ. പിന്നെ നമ്മൾ കാണുന്ന കർത്താവിന്റെ കർത്താവിന്റെ അങ്കികളെല്ലാം അവര് ചീട്ടിട്ടതായിട്ടൊക്കെ നമ്മൾ അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ ഔട്ടർ ഗാർമെന്റ്സ് ചീട്ടിട്ടു. കർത്താവിന്റെ ട്യൂണിക്ക് ഔട്ടർ ഗാർമെന്റ്സ് അവർ പകുതെടുത്തു, ഇന്നർ ഗാർമെന്റ്സ് അവര് ചീട്ടിട്ടു എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ അങ്കിയും തുന്നലില്ലാതെ അതായത് നമ്മളവിടെ വായിക്കുന്നത്. അവന്റെ വസ്ത്രം അവര് ഓരോ പങ്കായിട്ട് എടുത്തു. 23-ാമത്തെ വാക്യം. അങ്കിയാണെങ്കിൽ അവർ അതിനായിട്ട് ചീട്ടിട്ടു എന്നുള്ള കാര്യമൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം കർത്താവ് ക്രൂസില് ഏതൊരു ഏറ്റവും ദരിദ്രനായിട്ടുള്ള ഒരു വ്യക്തിക്കും സ്വന്തം വസ്ത്രമെങ്കിലും കാണും. എന്നാൽ വസ്ത്രങ്ങൾ തന്നെ എടുക്കപ്പെട്ടവനായിട്ട് ഏറ്റവും ദരിദ്രനായി തീർന്നു കർത്താവ്. അത് നമ്മളത് 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തില് 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ പൗലോസ് കർത്താവ് ദരിദ്രനായി തീർന്നു എന്തിനു വേണ്ടിയാന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്താ നമ്മളവിടെ വായിക്കുന്നത്? 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തില് ഇങ്ങനെ നമ്മൾ വായിക്കുന്നേ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന് ആത്മീയമായിട്ട് അവന് രാജാവും കർത്താവും സമ്പന്നനായിരുന്നിട്ടും, 2 കൊരിന്ത്യർ 8-ന്റെ 9-ാമത്തെ വാക്യം, സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ കർത്താവ് ഏറ്റവും ദരിദ്രനായി തീർന്നു ത്രൂ ഹിസ് പോവർട്ടി. അതാണ് നമ്മൾ വായിക്കുന്നത്. ഫോർ യുവർ സേക്ക് ഹി ബിക്കേം പുവർ ദോ ഹി വാസ് റിച്ച്, യെറ്റ് ഫോർ യുവർ സേക്ക് ഹി ബിക്കേം പുവർ സോ ദാറ്റ് ത്രൂ ഹിസ് പോവർട്ടി ത്രൂ ഹിസ് പോവർട്ടി യു മൈറ്റ് ബിക്കം റിച്ച്. നമ്മള് യഥാർത്ഥത്തില് സമ്പന്നരാകേണ്ടെന്ന് പറയുമ്പം എപ്പോഴും ഈ ഹോസ്പിറ്റലുകാർക്ക് ഇതൊരു ഫേവറേറ്റ് വാക്കുമായിരിക്കും. ആണെങ്കിലും ഭൗതികമായിട്ടുള്ള സമൃദ്ധി നമ്മൾ സമ്പന്നരാകാൻ വേണ്ടി കർത്താവ്. പക്ഷെ നമ്മള് ഇപ്പം പൗലോസ് അപ്പോസ്തലനോ അല്ലെങ്കിൽ ആദിമ അപ്പോസ്തലന്മാരോ ഒന്നും ഈ പറയുന്ന പൗലോസൊന്നും ഭൗതികമായിട്ടുള്ള സമ്പത്തിന്റെ കാര്യമല്ല അവിടെ പറയുന്നതെന്നുള്ള കാര്യം നമ്മൾ ആ കോണ്ടെക്സ്റ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആത്മീയമായിട്ട് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ എഫേസ്യർ 1-ന്റെ 3-4 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പം ആ ആത്മീയ അനുഗ്രഹങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ ആത്മീയ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാല് കർത്താവിന്റെ ആ വലിയ സമാധാനവും സ്നേഹവും ക്ഷമയും താഴ്മയും മനസ്സലിവും ഒരു വലിയ സ്വർഗീയ സമാധാനം, എന്തൊക്കെ കാര്യങ്ങൾ നടന്നാലും വലിയൊരു സമാധാനം നമുക്കൊരു സമ്പത്തായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയൊരു സമ്പന്നനാണ്. അപ്പം അതുപോലെയുള്ള നമ്മൾ സമ്പന്നനാകാൻ വേണ്ടിയാണ് കർത്താവ് ഏറ്റവും ദരിദ്രനായി തീർന്നത് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ ക്രൂസില് കർത്താവ് ഏറ്റവും ദരിദ്രനായിട്ട് സ്വന്തം വസ്ത്രം പോലും ഇല്ലാതെ കർത്താവ് ക്രൂസില് ദരിദ്രനായി തീർന്ന ഒരു കാര്യം നമ്മളിവിടെ അതിന്റെ ലേഖനങ്ങളിലെ പൗലോസ് അത് എടുത്തു പറഞ്ഞത് അതിന്റെ ആ ഒരു ആത്മീയാർത്ഥവും കൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. പിന്നീട് നമ്മള് തിരിച്ച് യോഹന്നാൻ 19 വരുമ്പം കർത്താവിന്റെ
ക്രൂസിന്റെ അറ്റ് ദ ഫുട്ട് ഓഫ് ദ ക്രോസ്, കർത്താവിന്റെ ക്രൂസിന്റെ പാദത്തെങ്കില് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവിന്റെ അമ്മയായിട്ടുള്ള മറിയയും, പിന്നെ അതിന്റെ 25-ാമത്തെ വാക്യം, യോഹന്നാൻ 19-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ യേശുവിന്റെ ക്രൂസിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരി മറിയയും, അങ്ങനെ അങ്ങനെ നമ്മള് 4 പേരുടെ കാര്യം വായിക്കുന്നുണ്ട്. അവിടെ അമ്മയെക്കുറിച്ച് അമ്മ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നു. ഇപ്പൊ യേശു ക്രൂസില് ഇതെല്ലാം ഇത്രയും യാതനകളെല്ലാം സഹിച്ചു. അവിടെ നിന്നവരിൽ ഏറ്റവും അധികം, യേശു കഴിഞ്ഞാൽ ഏറ്റവും അധികം യാതന സഹിച്ച ആരായിരിക്കും എന്ന് ചോദിച്ചാൽ യേശുവിന്റെ അമ്മയായിട്ടുള്ള മറിയായിരിക്കും. സ്വന്തം മകനെ ഇതുപോലെ കഷ്ടപ്പെടുന്നതും നിന്ദിക്കപ്പെടുന്നതും ഒറ്റപ്പെടുന്നതും ഒക്കെ കാണുന്നത് ഏതൊരു അമ്മയ്ക്കും, മറിയത്തിന് അറിയാം ഇവൻ ദൈവപുത്രനായിട്ട് പരിശുദ്ധാത്മാവ് ഗുരുവായവനാണ്, ഇവന് എല്ലാത്തിലും മേലെയുള്ള ദൈവം തന്നെയാണ് എന്റെ മകനായി വന്നിരിക്കുന്നുള്ള കാര്യം മറിയത്തിന് ആ വെളിപ്പാടുണ്ടെങ്കിലും മറിയത്തിന്റെ ഹൃദയത്തിലൂടെ പോകുന്ന ഒരു വാളിനെ കുറിച്ചുള്ള ഒരു പ്രവചനം നമ്മളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആ വചനം സിസ്റ്റർ ഒന്ന് എടുത്തായിരുന്നു. ലൂക്കോസ് 2-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ലൂക്കോസ് 2-ാം അധ്യായത്തിൽ കർത്താവിനെ ശിശുവായിട്ട് ദേവാലയത്തില് പരിശോധനയ്ക്കായിട്ടൊക്കെ കൊണ്ടുവരുന്നത്, യെരുശലേം ദേവാലയത്തിൽ പരിശോധനയ്ക്കായി കൊണ്ടുവരുമ്പം അവിടെ സിമിയോൻ എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ ഉണ്ടായിരുന്ന കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 2-ാം അധ്യായത്തിന്റെ 25 മുതൽ നമ്മളത് വായിക്കുമ്പോൾ യെരുശലേമിൽ സിമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ നീതിമാനും, ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ, അതായത് അഭിഷിക്തനെ കാണും മുമ്പേ മരണം കാണുകയില്ലെന്ന പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. പരിശുദ്ധാത്മാവിന്റെ ഹി കെയിം ഇൻ ദ സ്പിരിറ്റ് ഇൻ ടു ദ ടെമ്പിൾ. യഥാർത്ഥത്തിൽ ദേവാലയത്തിൽ എങ്ങനെയാ ചെല്ലണ്ടേ, നമ്മള് ദൈവസഭയിലേക്ക് എങ്ങനെ വരണ്ടേ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മനിയോഗത്താൽ വേണം നമ്മള് കൂട്ടായ്മയിലേക്ക്, എപ്പോഴും അങ്ങനെ ആയിരിക്കണം. നമ്മള് എസ്പെഷ്യലി നമ്മൾ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ആത്മനിയോഗത്താൽ, ആത്മനിറവില് ഹി കെയിം ഇൻ ദ സ്പിരിറ്റ് ഇൻ ടു ദ ടെമ്പിൾ. അത് കഴിഞ്ഞിട്ട് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ട് ചെന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ പരീക്ഷന്മാർക്കൊന്നും യേശു മെസ്സിഹാണെന്നുള്ള ഒരു വെളിപ്പാടൊന്നും ഇല്ലായിരുന്നു. ഈ ന്യായപ്രമാണം എല്ലാ അരച്ചകളിലേക്ക് കുറിച്ച പരീക്ഷന്മാർക്കൊന്നും അറിയത്തില്ലായിരുന്നെങ്കിലും, എന്നാൽ യേശു പൈതലായിരുന്നപ്പം പോലും സിമയോന് പരിശുദ്ധാത്മാവിനാലുള്ള ആ ഒരു വെളിപ്പാട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വെളിപ്പാട്. അത്രമാത്രം ദൈവത്തോട് സ്പർശത ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. നമ്മളിന്ന് സിമയോനൊക്കെ അന്ന് പഴയ ഉടമ്പടിയുടെ കീഴിൽ ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു പറയണമെന്ന് വെച്ചാൽ, പുതിയ ഉടമ്പടി പെന്തക്കോസ്ത് നാൾ മുതൽ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. അപ്പൊ അതിനു മുമ്പ് ജീവിച്ചിരുന്ന പരിശുദ്ധാത്മാവിന്റെ മേല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ഒരു വെളിപ്പാടും ആ ഒരു മെസ്സിഹയെ കാണും എന്നുള്ള ആ ഒരു ദൈവാത്മാവിനാലുള്ള ആ ഒരു വെളിപ്പാടും കാര്യങ്ങളും ഒക്കെ നമ്മളവിടെ കാണുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമ്മളത് ഇപ്പോൾ നാഥ തിരുവചനം പോലും നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു, തന്നെ മരണത്തിലേക്ക് പോകാൻ പോവുകയാണ്, സമാധാനത്തോടെ എനിക്കിനി പോകാം. 29-ാമത്തെ വാക്യം, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. അപ്പൊ ആ യേശുവിനെ തന്നെ രക്ഷകനെ രക്ഷയ എന്നായിട്ട്, ഇത് തന്നെയാണ് രക്ഷ, എന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടല്ലോ എന്ന് പറയുക. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശമാണ് ഈ ലൈറ്റ് ഓഫ് റെവലേഷൻ ടു ദ ജെന്റൈൽസ്. ഇനിയിപ്പം ആ ജാതികളിലേക്ക് ഭൂമിയുടെ അറ്റത്തോളം ഈ പ്രകാശം ചെല്ലണം. അത് ഇസ്രായേലിന്റെ മഹത്വമാണ്. സകല ജാതികളുടെ മുമ്പിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ഓൾ ദ പീപ്പിൾ ഗോഡ് ഹാസ് പ്രിപ്പയർഡ് ആ സാൽവേഷൻ. മൈ ഐസ് ഹാവ് സീൻ യുവർ സാൽവേഷൻ, എന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ സിമ്യോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയോട് പറഞ്ഞ ആ ഒരു പ്രവചനമാണ് നമ്മൾ പ്രവചനത്തിന്റെ ഒരു നിവൃത്തിയാണ് നമ്മൾ ക്രൂശിങ്കിലും കർത്താവിന്റെ ജീവിതത്തിലുടനീളവും മറിയത്തിന്റെ ജീവിതത്തിൽ ആ പ്രവചനത്തിന്റെ ഒരു നിറവേറലുണ്ടായിരുന്നു. എന്താ നമ്മളിവിടെ വായിക്കുന്നത്? അനേക ഹൃദയങ്ങളുടെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രയേലിൽ പലരുടെയും വീഴ്ചയ്ക്ക് എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. മറുത്തു പറയുന്ന അടയാളത്തിനായി, കർത്താവിന് ഒരു അടയാളമാണ്. അടയാളം എന്ന് പറയുമ്പം കർത്താവിന്റെ ജീവിതത്തിലൂടെ ചില കാര്യങ്ങൾ സംഭവിക്കും. അപ്പൊ അടയാളം, മറുത്തു പറയുന്ന അടയാളം എന്ന് വെച്ചാൽ ഒത്തിരി പേര് ഒപ്പോസ് ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തില് യേശു കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും, നമ്മുടെ സഭയിൽ ഉണ്ടാകുമ്പോഴും, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴും ഒക്കെ പല എതിർപ്പുകളും കാര്യങ്ങളൊക്കെ വരും. നമ്മളൊരു അടയാളമായിട്ട് കർത്താവിനെ അന്നൊരു അടയാളമായിട്ട് വെച്ചു. അപ്പം കർത്താവ് നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലൊക്കെ ഉണ്ടാകുമ്പോൾ
പലരുടെ എതിർപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതാ എല്ലാവരും അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നു, ലോകക്കാരെല്ലാം അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമില്ല. അവർക്ക് ഇവരെന്താ ഇങ്ങനെ എന്നൊക്കെ ഉള്ളൊരു അതാ സൈൻ ടു ബി ഒപ്പോസ്റ്റ്, നമ്മൾ അതിന്റെ മറുത്തു പറയുന്ന ഒരു അടയാളം അതിന്റെ ഈ 34-ാമത്തെ വാക്യത്തില് സൈൻ ടു ബി ഒപ്പോസ്റ്റ്, അങ്ങനെ മറുത്തു പറയുന്ന ഒരു അടയാളമാണ്. എന്നാൽ അത് പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും കാരണമായി തീരും. യേശുവിന്റെ പ്രസൻസ് ഉള്ളിടത്ത് ചിലര് കൂടുതൽ കഠിനപ്പെട്ട്, പരീശന്മാരൊക്കെ കൂടുതൽ കഠിനപ്പെട്ട് അവര് കൂടുതൽ പാപികളായി തീർന്നു. എന്നാൽ പത്രോസിനെ യോഹന്നാനെ പോലുള്ള സിമ്പിൾ ഹാർട്ടായിട്ടുള്ള ആൾക്കാര് കർത്താവിന് വചനങ്ങൾ കേട്ടു, നിത്യജീവന്റെ മൊഴികള് നിന്റെ പക്കലല്ലേ ഉള്ളൂ, ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും, ആത്മീയമായിട്ടുള്ള എഴുന്നേൽപ്പിന് കാരണമായി. നമ്മുടെ ജീവിതത്തിലും കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാവുമ്പോൾ, നമ്മുടെ കുടുംബത്തിലും സഭയിലും ഒക്കെ ആവുമ്പോഴും അതും അനേകരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും കാരണമാകും. ചിലര് ഈ വചനത്തിന്റെ ശബ്ദങ്ങള് സത്യമൊക്കെ കേട്ടിട്ടും അവരതൊക്കെ കഠിനപ്പെടുത്തി, ഇതൊക്കെ ആർക്ക് ജീവിക്കാൻ പറ്റും, ഇതൊക്കെ ഇവർക്ക് പറയാൻ വേണ്ടി പറ്റുന്ന കുറച്ച് പ്രസംഗങ്ങൾ മാത്രം എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിലുള്ള വചനത്തിന്റെ സത്യങ്ങളോട് അത് പലരുടെ ആത്മീയമായിട്ടുള്ള വീഴ്ചയ്ക്ക് കാരണമാവും. ചില മരണത്തിൽ നിന്ന് മരണത്തിലേക്കും ജീവനിലേക്കും ആയിത്തീരുന്നു എന്നൊക്കെ നമ്മൾ അവിടെ 2 Corinthians 2:15 വാക്യത്തിൽ കർത്താവിന്റെ സൗരഭ്യവസനായിട്ട് നമ്മളായിരിക്കുമ്പോൾ എന്ന് വായിക്കുന്നത് പോലെ ഉള്ളൊരു കാര്യം. ചിലരുടെ വീഴ്ചയ്ക്ക് കാരണമാവും, ചിലരുടെ എഴുന്നേൽപ്പിന് കാരണമാവും. ചിലർക്ക് അത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ദാഹിക്കുന്നവർക്ക്, വചനമൻ ആത്മാവിൻ ദാഹം തീർപ്പാൻ എന്നൊക്കെ നമ്മളിന്ന് പാടിയതുപോലെ വചനത്തിന്റെ ദാഹം ഉള്ളവർക്ക് അത് പലരുടെ എഴുന്നേൽപ്പിന് കാരണമാകും. അപ്പൊ അങ്ങനെ പലരുടെയും ഹൃദയത്തിലെ വിചാരങ്ങളൊക്കെ വെളിപ്പെടും. അതുവരെ നമ്മൾ ആത്മീയരായിട്ടുള്ള ചിന്തിച്ചായിട്ടുള്ള പല ആൾക്കാരും അവര് വളരെ മതഭക്തര് മാത്രമായിരുന്നു, അവിടെ ആത്മീയതയൊന്നും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവും. അവര് ഇത്രമാത്രം സ്വാർത്ഥതയാണെന്ന് മനസ്സിലാവും. ചിലര് വലിയ പഠിപ്പും വിവരമൊന്നും ഇല്ല, അവർക്ക് വലിയ ആത്മീയതയൊന്നും കാണത്തില്ല, ദൈവഭയമൊന്നും കാണത്തില്ലെന്ന് വിചാരിച്ച ആൾക്കാര് യേശുവിന്റെ സാന്നിധ്യം വരുമ്പോഴത്തേക്ക് അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയത്തിലെ വിചാരങ്ങളും വെളിപ്പെട്ട് അവര് കൂടുതൽ ദൈവത്താല് എഴുന്നേൽപ്പിക്കപ്പെടുന്നവരായിട്ടായിത്തീരും. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ 35-ാമത്തെ വക ഞാൻ പറഞ്ഞു വരുന്നേ, നിന്റെ സ്വന്തം പ്രാണങ്ങളിൽ കൂടിയും ഒരു വാള് കിടക്കുമെന്ന് പറഞ്ഞു. അതൊരു ത്രൂ യുവർ സോൾ, നിന്റെ പ്രാണനിലൂടെ ഒരു വാള്. ദൈവവചനത്തെ എപ്പോഴും വാളെന്ന് വചനത്തിൽ ഉപമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. Ephesians 6:17 Hebrews 4:12 ഒക്കെ ഈവൻ നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച വെളിപ്പാട് 19:13 ഒക്കെയും നമ്മൾ മൂർച്ചയുള്ള വാള്, ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള വാളായിട്ട് കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം യേശു തന്നെ ആയിരുന്നു ആ വാള്, യേശുവിന്റെ വചനമാണ്. കർത്താവ് ഒരു വാളും കൊണ്ടാ വന്നതെന്ന് കർത്താവിനെ പറയുന്നുണ്ട്. അപ്പം മറിയത്തിന്റെ ജീവിതത്തിൽ അതുപോലെയൊക്കെ ഉള്ള പല സാഹചര്യങ്ങളിലൂടെയൊക്കെ തന്റെ മകന്റെ ശുശ്രൂഷ കർത്താവിനെ പലരും എതിർക്കുന്ന, കർത്താവ് ഒരു വ്യസനപാത്രമായിട്ട് വളർന്നു വന്നു എന്നൊക്കെ യെശയ്യാ 53:3 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം കർത്താവ് ഒരു ബാലകനായിട്ട് വളർന്നു വരുമ്പോഴും യുവാവായിട്ട് കർത്താവ് ശുശ്രൂഷയിലേക്ക് കയറുമ്പോഴും എല്ലാം ഒത്തിരി എതിർപ്പുകളും കാര്യങ്ങളും ഒത്തിരി നിന്നാപാത്രമായിട്ടും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഒക്കെ കർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അപ്പോഴെല്ലാം ഒരു വാളിന്ന് അതിനെല്ലാം ഒരു പാരമ്യമായിട്ട് ക്രൂശില് തന്റെ മകനെ അതുപോലെ ഏറ്റവും നികൃഷ്ടനായ ഒരു കുറ്റവാളി എന്ന വണ്ണം, ഒരു ക്രിമിനൽ എന്ന വണ്ണം അന്ന് മനുഷ്യന് സാധ്യമാകാമായിരുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു പണിഷ്മെന്റ് കിട്ടിയവനായിട്ട് ഒരു ക്രിമിനലിന്റെ അമ്മ ഒരു ഐഡന്റിറ്റി തനിക്ക് ഉണ്ടാകത്തക്ക വണ്ണം ഉള്ള ഒരു ക്രൂശിക്കപ്പെട്ടതിന്റെ ഒരു അമ്മ എന്ന് അത് ദൈവം ഏറ്റവും മഹത്വകരമാക്കി തീർക്കും എന്നുള്ള കാര്യം തീർത്തു നമുക്കറിയുന്ന ആ ഒരു ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പം ഒരു സ്ത്രീ, അപ്പം അവളുടെ മറിയത്തിന്റെ ഹസ്ബൻഡ് യോസെഫിനെ കുറിച്ച് നമ്മളോട് വായിക്കുന്നില്ല. അപ്പൊ യോസെഫ് അതിന് മുമ്പേ മരണപ്പെട്ട് കാണണം. അപ്പൊ ഒരു വിധവയായ ഒരു സ്ത്രീ തന്റെ മൂത്ത മകനെ ഇതുപോലെ ആകപ്പെടുന്നു എന്നുള്ളൊരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ മറിയത്തെ ദൈവം അതിനായിട്ടൊക്കെ തെരഞ്ഞെടുത്തു എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. ഇപ്പം നമ്മൾ അതിലൂടെ എല്ലാം കാണുന്നത് നമ്മുടെ ജീവിതത്തിലും പല സാഹചര്യങ്ങളിലൊക്കെ ദൈവം നമ്മളെ കടത്തി വിടുമ്പോൾ ഒരു വാള് നമ്മളുടെ പ്രാണനിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിന്റെ ഒരു വാള് നമ്മളുടെ ജഡമാകുന്ന തിരശ്ശീലയിലൂടെ ചീന്തപ്പെട്ട് ആ വാള് നമ്മളുടെ പ്രാണനിലൂടെ നമ്മുടെ ആത്മാവിലേക്ക് ചെന്ന് അതൊരു വേദനപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. എങ്കിലും അതിന്റെ ആത്യന്തികമായിട്ട് അതൊരു നമ്മളെ ബലപ്പെടുത്തുന്ന ധൈര്യപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാനൊക്കെ. അപ്പൊ ആ മറിയത്തിന്റെ ജീവിതത്തിലുള്ള ആ ഒരു വാളിന്റെ ഒരു അനുഭവം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കർത്താവ് വാളായിട്ട് വെളിപ്പെടുന്ന ആ കർത്താവ് പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും ഒക്കെ കാരണമാകുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള ദൈവവചനത്തിന്റെ പ്രഘോഷണത്തില് ഒന്നുകിൽ നമ്മളുടെ ഹൃദയം കഠിനപ്പെടും, അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയം നുറുങ്ങപ്പെടും. അതിന്റെ ഫലമില്ലാതെ ആ വചനം, കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമൊന്നും ഫലമില്ലാതെ പോകത്തില്ലെന്നൊക്കെ നമ്മൾ യെശയ്യാ 55
10-11 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. തിരിച്ച് ഇഞ്ഞ് വരുമ്പം നമ്മുടെ യോഹന്നാൻ 19 തിരിച്ചു വരുമ്പം അവിടെ ഈ കർത്താവിന്റെ 25 വാക്യത്തിൽ ഈ 4 സഹോദരിമാരെ കുറിച്ച് വായിക്കുന്നുണ്ട്. നമ്മൾ മർക്കോസ് 15:40 എന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ശലോമി എന്നുള്ളൊരു പേര് കാണുന്നുണ്ട്. അപ്പൊ ഈ ശലോമി ആയിരിക്കണം കർത്താവിന്റെ അമ്മയുടെ, അതായത് മറിയത്തിന്റെ സഹോദരി ശലോമി ആയിരിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം. മർക്കോസ് 15:40 ആ പേര് ശലോമിയോട് ചേർത്ത് നമ്മൾ ആ പേരുകൾ ചേർത്ത് വായിക്കുമ്പോൾ, പിന്നെ മത്തായി 27:56 വായിക്കുവാണെങ്കിൽ അത് മദർ ഓഫ് യാക്കോബ്, യോഹന്നാൻ, സെബദി പുത്രന്മാരുടെ അമ്മ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അത് മത്തായി 27:56 നമ്മൾ കാണുന്നുണ്ട്. അപ്പം ശലോമി ഈ സെബദി പുത്രന്മാരുടെ അമ്മ, ഇത് കർത്താവിന്റെ അമ്മയുടെ സഹോദരിയായിട്ടുള്ള മറിയത്തിന്റെ സഹോദരിയായിട്ടുള്ള ശലോമി ആയിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ വചനത്തോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെയുള്ള ചില സൂചനകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ യോഹന്നാന് കർത്താവിന്റെ അമ്മയുടെ സഹോദരിയുടെ പുത്രൻ, യോഹന്നാൻ യാക്കോബും സഹോദരി പുത്രന്മാരായിരുന്നു എന്നുള്ള കാര്യം, കർത്താവിന്റെ ബന്ധുക്കൾ തന്നെ ആയിരുന്നു. എന്നാൽ കർത്താവ് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ എന്റെ ബന്ധുക്കളെ തന്നെ തെരഞ്ഞെടുത്താൽ മറ്റുള്ളവർ പക്ഷപാതമാണെന്ന് അറിയത്തില്ലേ എന്ന് കർത്താവ് ചിന്തിച്ചില്ല. ഏറ്റവും ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ളവരെ കർത്താവ് തെരഞ്ഞെടുത്തു എന്നുള്ള കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ 26-ാമത്തെ വാക്യത്തില് യോഹന്നാൻ 19:26 തന്റെ ഐഡന്റിറ്റി പറയുന്ന യോഹന്നാനെ കാണുന്നുണ്ട്. യോഹന്നാന്റെ ഐഡന്റിറ്റി കാർഡ് ഇവിടെ കാണുന്നുണ്ട്. എന്താ, യേശുവിന്റെ അതായത് അതിന്റെ ഇംഗ്ലീഷിൽ അതിന്റെ 26-ാമത്തെ വാക്യം, അതെ മലയാളത്തിലും അതിന്റെ 26-ാമത്തെ വാക്യം, യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലുടനീളം യോഹന്നാൻ തന്റെ ഐഡന്റിറ്റി ആയിട്ട് തന്റെ ഐഡന്റിറ്റിക്ക് എന്താ മലയാളത്തിൽ പറയുന്നത്, എന്തെങ്കിലും വാക്കുണ്ട്, എന്തെങ്കിലും തന്റെ എന്താ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവില്ല. ചില തന്റെ ഐഡന്റിറ്റി ആയിട്ട് തന്റെ താൻ എന്നെയാണെന്നുള്ളത്, നമ്മുടെ ഇപ്പൊ ഒരു ID കാർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ പേര്, ഡെസിഗ്നേഷൻ, കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ പോലെ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം യോഹന്നാന്റെ ഐഡന്റിറ്റി ആയിട്ട് യോഹന്നാൻ തെരഞ്ഞെടുത്ത ആ ഒരു യോഹന്നാൻ എന്നൊരു പേര് പോലും പറയാതെ അവിടെ മറഞ്ഞിരുന്നുകൊണ്ട് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയുന്ന ആ ഒരു യോഹന്നാന്റെ ഒരു ഐഡന്റിറ്റി, ഒരു അസ്തിത്വം എന്ന് നമുക്ക് പറയാൻ തോന്നും. അപ്പം യോഹന്നാൻ 19:26 നമ്മളത് കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതിനു മുമ്പ് 13:23 കണ്ടായിരുന്നു. അന്ത്യത്താഴത്തില അത് ഈ ഐഡന്റിറ്റി പെട്ടെന്ന് യോഹന്നാൻ അങ്ങ് എടുക്കുന്നത്. തിരിച്ചറിയൽ കാർഡ്, ഐഡന്റിറ്റി കാർഡ്. താങ്ക് യു. അതെ, തിരിച്ചറിയൽ. അപ്പൊ യോഹന്നാന്റെ ഒരു തിരിച്ചറിയൽ ആയിട്ട് അതെ യോഹന്നാൻ 13:23 യേശു സ്നേഹിച്ച ഒരുവൻ അവനെ മറുപടി ചാരിക്കൊണ്ടിരിക്കുന്നതായിരുന്നു എന്നുള്ള കാര്യം നമ്മളവിടെ യോഹന്നാൻ 13:26 കാണുന്നുണ്ട്. ഇപ്പൊ 19:26 കണ്ടു. പിന്നെ 21-7 വാക്യം, അതായത് അവര് അവസാനം പുനരുദ്ധാനത്തിനൊക്കെ ശേഷം അവര് മീൻ പിടിക്കാൻ പോയപ്പോഴത്തേക്കും ഒന്നും കിട്ടിയില്ല. ആ സമയത്ത് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് ആ സന്ദർഭത്തിലും 21-7 വാക്യത്തിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നുള്ള ഒരു ഐഡന്റിറ്റി വീണ്ടും പറയുന്നത് കാണുന്നുണ്ട്. 21-20 വാക്യത്തിലും പത്രോസ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എന്താ ഐഡന്റിറ്റിയുടെ ഒരു പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഐഡന്റിറ്റി എന്താ, ഞാൻ ഇന്ന ആളാണ്, നമുക്ക് ഇന്നാരുടെ മകനാണ്, ഇന്ന കുടുംബത്തിൽ ജനിച്ചതാണ്, എനിക്ക് ഇന്ന ഡിഗ്രി ഉണ്ട്, എനിക്ക് ഇന്ന പഠിത്തമുണ്ട്, എനിക്ക് ഇന്ന ജോലിയുണ്ട്, എനിക്ക് ഇന്ന ആൾക്കാരെ അറിയാം, ഇന്ന ആൾക്കാരെ എന്റെ ബന്ധുക്കളാ, ഇന്ന പരിചയത്തിൽ നമ്മൾ പലപ്പോഴും നമ്മളുടെ ലോകത്തിന്റെ ഐഡന്റിറ്റിയാ നമുക്ക് വലിയ വലിയ കാര്യങ്ങളായിട്ട് നമ്മൾ അതിൽ തന്നെ നമ്മളെ പ്രശംസിക്കുന്നവരാ, നമ്മള് അങ്ങനെയുള്ളൊരു ജഡമുള്ളവരാ. എന്നാ യോഹന്നാൻ അപ്പോസ്തലന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, യേശു സ്നേഹിച്ച ഒരു ശിഷ്യൻ. യേശുവിനെ സ്നേഹിച്ച ശിഷ്യൻ എന്ന് പോലും പറയാൻ യോഹന്നാൻ അത് ധൈര്യപ്പെട്ടില്ല. എന്റെ സ്നേഹമൊക്കെ ഒന്നുമില്ല കർത്താവേ, അവിടുത്തെ സ്നേഹം കമ്പയർ ചെയ്യുമ്പം യേശു അനേകരെ സ്നേഹിച്ചിരുന്ന യേശു സ്നേഹിച്ച ഒരുവൻ യേശു കർത്താവ് സ്നേഹിച്ചു, യേശു കർത്താവ് തെരഞ്ഞെടുത്തു. ആ ഒരു യോഗ്യതയേ ഉള്ളൂ എനിക്ക് എന്നുള്ളൊരു, അത് നമുക്ക് വേണമെങ്കിൽ പുറമേ വാക്കുകളായിട്ട് പറയുന്ന നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഐഡന്റിറ്റി. പലപ്പോഴും ഈ യുവാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ അവരുടെ ഐഡന്റിറ്റി ക്രൈസിസിനെ കുറിച്ച് പറയാറുണ്ട്. അവർക്കാണെങ്കിൽ ഇന്ന ആളെ പോലെ ആകണം, എനിക്ക് ഇന്ന നടനെ പോലെ ആവണം, ഇന്ന
ഫുട്ബോൾ പ്ലെയറിനെ പോലെ ആവണം, ഇന്ന ക്രിക്കറ്ററിനെ പോലെ ആവണം, ഇന്ന ലുക്സ് വേണം, അത് വേണം, എനിക്ക് അവരെ പോലെ ആകണം, ഇവരെ പോലെ ആകണം. അവർക്ക് ഐഡന്റിറ്റി ക്രൈസിസ്. ഞാൻ ആരാണ്, എനിക്ക് എനിക്ക് എന്റെ ലുക്സ് അത്ര പോരാ, എനിക്ക് നീളം അത്ര പോരാ, എന്റെ കളർ അത്ര പോരാ, അല്ലെങ്കിൽ എനിക്ക് എന്റെ വണ്ണം അത്ര പോരെന്നോ, കൂടിയെന്നോ കുറഞ്ഞെന്നോ, മുടി ഇങ്ങനെ ഇരിക്കുന്നെന്നോ, പല രീതിയിൽ. അപ്പൊ അവർ അതിനുവേണ്ടി പല രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവര് ചില ആമ്പിള്ളേര് കമ്മൽ ഇടാൻ തുടങ്ങും, ചിലര് ഏതാണ്ടൊക്കെ കെട്ടാൻ തുടങ്ങും, ചിലർ ടാറ്റു ഇടുന്ന, എന്തൊക്കെയോ ആവണമെന്നോ അവർക്ക് അവരെന്താന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ ഈ കോപ്രായങ്ങൾ കാണിക്കാൻ തുടങ്ങും. പക്ഷെ അപ്പോ ഇങ്ങനെ ആ ഒരു വചനത്തോട് റിസപ്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുക്കും, നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് ഈ ഒരു യോഹന്നാന്റെ ഐഡന്റിറ്റി ഞാൻ ഇവിടെ യോഹന്നാൻ 13:23 പറഞ്ഞു കൊടുക്കാറുള്ളത്. അതാ ഏറ്റവും നല്ലൊരു വചനപ്രകാരം ഒരു ഐഡന്റിറ്റി. ഡിസൈപ്പിൾ ഹൂം ജീസസ് ലവ്, യേശു സ്നേഹിച്ച ഒരു ശിഷ്യൻ. അങ്ങനെ നമ്മെ തന്നെ അങ്ങനെ കാണാൻ കർത്താവ് തെരഞ്ഞെടുത്ത ഒരു ദൈവകോയതിൽ കർത്താവ് സ്നേഹിച്ച, നമ്മള് ഉത്തമഗീതത്തില് ആ പ്രിയ ബിലവഡ് എന്നാണ് ആ മണവാട്ടി തന്റെ ഐഡന്റിറ്റി ആയിട്ട്, ശൂന്യം കരുത്തി തന്റെ ഐഡന്റിറ്റി ആയിട്ട് ദ ബിലവഡ്, ദ ലോർഡ്സ് ബിലവഡ്, ആ രാജാവിന്റെ പ്രിയപ്പെട്ടവൾ, പ്രിയ എന്നുള്ളൊരു ഐഡന്റിറ്റി, ആ കർത്താവ് സ്നേഹിച്ച ഒരുവൻ എന്നുള്ള ഒരു ഐഡന്റിറ്റി. ബാക്കി വേറെ ഒരു കാര്യത്തിൽ കർത്താവ് എനിക്ക് പ്രശംസിക്കാനില്ല. അവിടുത്തെ ക്രൂസിലും കർത്താവിലും അവിടുത്തെ ക്രൂസിലും എനിക്ക് പ്രശംസിക്കാനുള്ളൂ എന്ന് ഗലാത്യർ 6:14 പൗലോസ് പറയുന്നത് പോലെ ആ ഒരു തന്റെ ഐഡന്റിറ്റി ആയിട്ട് ആ ഒരു കാര്യം കർത്താവിൽ ഇങ്ങനെ മറയുന്ന ഒരു ഐഡന്റിറ്റി നമുക്കുണ്ടെങ്കിൽ, തന്റെ ക്രൂസിൽ ഞാൻ മറയട്ടെ, തന്റെ പിളർന്ന ഒരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ ആ പാറ പിളർക്കപ്പെടുന്ന രംഗമൊക്കെ നമ്മൾ തുടർന്ന് യോഹന്നാൻ 19 താഴോട്ട് നമ്മൾ 34 മുതൽ കാണുന്നുണ്ട്. ആ ഒരു കർത്താവിൽ അങ്ങ് മറയുന്ന ഒരു ഐഡന്റിറ്റി. ആ ഒരു കർത്താവെ എന്നെ ആൾക്കാർ പുകഴ്ത്തി പറയാണോ എന്നല്ല, മറിച്ച് കർത്താവെ എന്നിലൂടെ അവര് യേശുവിനെ കാണണം, അത്രേ ഉള്ളൂ. യേശുവിനെ അവർ കാണണം, യേശുവിലേക്ക് അവർ ആകർഷിക്കപ്പെടണം. എന്റെ ജീവിതം കണ്ട് എന്റെ ബന്ധുക്കളാവട്ടെ, എന്റെ സുഹൃത്തുക്കളാവട്ടെ, അവരെല്ലാം യേശു സ്നേഹിച്ച ഒരു ശിഷ്യൻ, യേശു സ്നേഹിച്ച ഇപ്പൊ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ സഹപ്രവർത്തകര് യേശു സ്നേഹിച്ച യേശു സ്നേഹിക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ അയൽവക്കക്കാര്, നമ്മളുടെ സഭയിലെ സഹോദരങ്ങളൊക്കെ ആ കർത്താവിന്റെ സ്നേഹം അറിയാവുന്ന ഒരു സഹോദരൻ, ഒരു സഹോദരി എന്ന് നമ്മളെ കുറിച്ച് അറിയുവാൻ തക്കവണ്ണം ഒരു ഐഡന്റിറ്റി നമുക്കുണ്ടെങ്കിൽ അത് ഏറ്റവും ബ്ലെസ്സിങ് ആയിരിക്കും. അത് നമുക്കായിട്ട് അത് എങ്ങനെ കിട്ടുന്നത്? നമുക്ക് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സ്നേഹം നമ്മൾ നിറയ്ക്കുന്നതെന്നൊക്കെ നമ്മൾ റോമർ 5:5 വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവ സ്നേഹം നമ്മൾ നിറയ്ക്കുമ്പോൾ നിരന്തരമായിട്ട് നമ്മൾ നിറച്ചുകൊണ്ടിരിക്കാൻ തക്കവണ്ണം നമ്മളെ തന്നെ പൂജ്യമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ നിറച്ച് നമുക്ക് ആ ഒരു ഐഡന്റിറ്റി നമുക്ക് തന്നെ ആ ഒരു ഐഡന്റിറ്റി കിട്ടുമ്പോൾ മറ്റുള്ളവർക്കും യേശു സ്നേഹിക്കുന്ന യേശുവിന്റെ ഒരു സ്നേഹവും പ്രസാദവും ഉള്ള ഒരു സഹോദരനാണ്, ഒരു സഹോദരിയാണെന്ന് നമ്മളെ കുറിച്ച് പറയുവാന് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ തക്കവണ്ണം കർത്താവിനെ നാം മുഹൂർത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയാവും എന്നുള്ളൊരു കാര്യം. പിന്നെ നമ്മൾ ഇതിന്റെ 26-ാമത്തെ വാക്യത്തില് അവിടെ സ്വന്തം സഹോദരന്മാർക്ക് യേശുവിന് അനിയന്മാരുണ്ടായിരുന്നു. 4 അനിയന്മാരുടെ പേരൊക്കെ മർക്കോസ് 6:3 നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അവർക്കൊന്നും മറിയത്തിനെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് ഒരു പ്രിവിലേജ് കൊടുക്കാതെ യോഹന്നാനാണ് ആ ഒരു പ്രിവിലേജ് കൊടുക്കുന്നത്. ഒരുപക്ഷെ ബാക്കി ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ക്രൂശിക്കപ്പെടുന്ന സമയത്ത് എല്ലാ ശിഷ്യന്മാരും ഓടിപ്പോയി. എന്നാൽ യോഹന്നാനും പത്രോസും കൂടെ അന്നാവിന്റെ ആ ഒരു അരമനയിലേക്കൊക്കെ കടക്കുന്ന കാര്യമൊക്കെ നമ്മൾ യോഹന്നാൻ 18 നമ്മൾ കണ്ടായിരുന്നു. പിന്നീട് ക്രൂശിന്റെ ഭാഗത്തെങ്കില് അവിടെ യോഹന്നാൻ അപ്പോസ്തലിനെ മാത്രമേ നമ്മൾ അവിടെ കാണുന്നുള്ളൂ. ബാക്കിയുള്ള ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ല. അപ്പൊ ആ യോഹന്നാൻ അപ്പോസ്തലിന് യേശു കർത്താവ് കൊടുത്ത ഒരു ഓണറും കൂടാണ് തന്റെ അമ്മയെ പരിപാലിക്കാനായിട്ട്, തന്റെ അമ്മയെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഒരു വലിയൊരു ബഹുമതി കൊടുത്തതുപോലെയുള്ള ഒരു കാര്യം കൂടെ നമ്മളവിടെ വായിക്കുന്നത്. തന്റെ രക്തബന്ധത്തിലുള്ള അനിയന്മാർ അന്ന് വിശ്വസിക്കുന്നവരായിരുന്നില്ലെന്നൊക്കെ യോഹന്നാൻ 7:4-5 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം തന്റെ രക്തബന്ധത്തെക്കാട്ടിലും കർത്താവ് തന്റെ സാഹോദര്യ ബന്ധത്തെ കൂടുതൽ കർത്താവ് ആത്മാവിലുള്ള ആ ഒരു ആത്മീയ കുടുംബത്തെ കർത്താവ് അത്രമാത്രം വിലമതിച്ചിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം ഇപ്പൊ തന്നെ നമ്മളുടെ തന്നെ രക്തബന്ധത്തിലുള്ള നമ്മുടെ സഹോദരന്മാരൊക്കെ, ഇപ്പൊ എനിക്ക് തന്നെ 2 ചേച്ചിമാരുണ്ട്. പക്ഷെ നമ്മളുടെ ആത്മീയമായിട്ടുള്ള സഹോദരങ്ങളുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്ന പല കാര്യങ്ങളൊന്നും അവരും നാളെ ആത്മീയ സഹോദരിമാരായി വരട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. പക്ഷെ ഇതുവരെ ആയിട്ടില്ല. നമുക്ക് അച്ഛനും അമ്മയും ഉണ്ട്. ഇപ്പൊ എന്റെ അമ്മ ഇതിനകത്ത് ഓൺലൈനായിട്ട് കേൾക്കുന്നുണ്ടെന്ന് എന്റെ വിശ്വാസം കാണുന്നുണ്ട്. അമ്മ അപ്പൊ ഞാൻ വെച്ചാൽ അവര് ആ ഒരു ആത്മീയ കൂട്ടായ്മയിലേക്ക് വരുന്നിടം വരെ ശരിയാ, നമ്മൾ അവരെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ആത്മീയ സഹോദരങ്ങളുമായിട്ടുള്ള ഒരു കൂട്ടായ്മയും ആ ഒരു പങ്കുവെക്കലും
ആ ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ അതൊരു കുറച്ചുകൂടി ഉയർന്ന തലമായിട്ടാണ് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത്. എന്റെ അമ്മയും സഹോദരന്മാരും എന്റെ വചനത്തെ കേട്ട് ചെയ്യുന്നവരത്രയെന്ന കർത്താവ് ലൂക്കോസ് 8-ാം അധ്യായത്തിൽ പറയുന്നതൊക്കെ നമുക്കറിയാം. അപ്പൊ അതുപോലെ ആ കർത്താവ് തന്റെ ആത്മീയ ബന്ധത്തെ, യോഹന്നാനുമായിട്ടുള്ള ആത്മീയ ബന്ധത്തെ ബാക്കിയുള്ള അനിയന്മാരുമായിട്ടുള്ള ഭൗതിക ബന്ധത്തെക്കാട്ടിലും കർത്താവ് വിലമതിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നെ കർത്താവ് ദൈവത്തിന് ഈ സ്ത്രീയെ, നിന്റെ മകൻ, സ്ത്രീയെ നിനക്ക് തമ്മിൽ എന്ത് എന്നൊക്കെ കർത്താവ് അവിടെ കാനായിലെ കല്യാണത്തിന് യോഹന്നാൻ 2-ാം അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ റെസ്പെക്ട്ഫുൾ ആയിട്ടൊക്കെ ഒന്ന് പെരുമാറേണ്ടതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം അല്ലെ. വുമൻ ബിഹോൾഡ് യുവർ സൺ, സ്ത്രീയെ നിന്റെ പുത്രൻ, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് 26-ാമത്തെ വാക്യത്തിൽ. അപ്പം നമ്മള് അവിടെ ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അന്ന് സ്ത്രീ, മാൻ, വുമൻ എന്നൊക്കെ പറയുന്നത് ടൈറ്റിൽസ് ഓഫ് as much respect as among the Hebrews as sir and madam are among us. നമ്മളിപ്പോ സർ, മാഡം എന്നൊക്കെ പറയുന്നത് പോലെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പദപ്രയോഗങ്ങളായിരുന്നു എബ്രായർ യഹൂദന്മാർക്കിടയിൽ സ്ത്രീ പുരുഷനെ, മാൻ, വുമൻ എന്നുള്ള ആ ഒരു അഭിസംബോധന എന്നുള്ളൊരു കാര്യം നമ്മളത് അങ്ങനെയാണ് ചരിത്രകാരന്മാരും ബൈബിൾ പണ്ഡിതന്മാരും ഒക്കെ പറയുന്ന ഒരു കാര്യം. പിന്നെ പിന്നെ നമ്മൾ ഒരു കാര്യം അവിടെ ഈസോപ്പ് തണ്ടിന്മേല് അതിന്റെ 29-ാമത്തെ വാക്യത്തില് കർത്താവിന് അവര് വീഞ്ഞ് കൊടുക്കുന്നത് എങ്ങനെയാ? 29-ാമത്തെ വാക്യത്തിൽ അവിടെ പുളിച്ച് വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം, പുളിച്ച് വീഞ്ഞ് എന്നുള്ളൊരു വാക്ക് അവിടെ വിനീഗറിനും സോർ വൈനും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദവും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കില്. 29-ാമത്തെ വാക്യം അവിടെ 29-ാമത്തെ വാക്യം 19-21 അവിടെ പുളിച്ചു വിഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ചു വിഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവന്റെ വായോട് എടുപ്പിച്ചു. ഈ ഈസോപ്പ് തണ്ട് കർത്താവ് പെസഹ ദിനത്തിലാണ് കർത്താവ് ക്രൂശിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. പെസഹ കുഞ്ഞാടായിട്ട് ക്രൂശിക്കപ്പെടുന്നത്. നമ്മള് പെസഹ കുഞ്ഞാടിന്റെ രക്തം എങ്ങനെയാ ഈ കട്ടളമേല് പരട്ടണ്ടെന്ന് നമ്മള് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അതിന്റെ 22-ാമത്തെ വാക്യത്തില് ഈ രക്തം എടുത്ത് പുരട്ടണമല്ല, കയ്യിലെടുത്ത് പുരട്ടാനല്ലേ പറഞ്ഞേക്കുന്നത്, ഈ സോപ്പ് തണ്ടിന്മേ എടുത്ത് പുരട്ടാനാ പറഞ്ഞേക്കുന്നത്. നമ്മള് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, അവിടെ ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി, അതായത് പെസഹ കുഞ്ഞാടിനെ പെസഹയെ അറുക്കുവിന്നാണ് അതിന്റെ തൊട്ട് മുമ്പ് 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അതായത് പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന കാര്യം പറയുന്നത്. അതായത് കർത്താവ് ഒരു ദിവസം മോശയോടങ്ങ് പറയുക, 12-ാം അധ്യായത്തിന്റെ പുറപ്പാട് 12-ന്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ഇന്ന് മുതലാ നിങ്ങളുടെ ജനുവരി 1 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വർഷം തുടങ്ങുന്നത് ഇന്ന് മുതലാ നിങ്ങൾ പറയുക. ദൈവമാണല്ലോ, അപ്പൊ ദൈവത്തിന് കലണ്ടർ ഇങ്ങനെ തുടങ്ങാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ആണ്ട് തുറക്കുവാണ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ദിസ് മന്ത് ഷാൽ ബി ദി ബിഗിനിങ് ഓഫ് മന്ത്സ് ഫോർ യു എന്നും പറഞ്ഞാണ്ട് പുറപ്പാട് 12-ന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അവര് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് വരാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ദൈവം എങ്ങനെ അന്ന് പെസഹ അവര് കട്ടളമേല് രക്തം പുരട്ടണ്ടേ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇന്ന് മുതൽ നിങ്ങളുടെ ആണ്ടിന്റെ 1 അന്ന് അവര് നിസാൻ മാസം അല്ലെങ്കിൽ അബീബ് മാസം എന്നൊക്കെയാ യഹൂദന്മാര് അതിനെക്കുറിച്ച്, ഈ നമ്മുടെ ജനുവരി എന്ന് പറയുന്നത് പോലെ അവരെ സംബന്ധിച്ചിടത്തോളം അത് ആ മാർച്ച് ഏപ്രിൽ മാസങ്ങളെ അവരുടെ അബീബ് മാസം അല്ലെങ്കിൽ നിസാൻ മാസം. അപ്പൊ അതിന്റെ 14-ാം തീയതിയാണ് പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടത്. അപ്പം പെസഹ കുഞ്ഞാടായിട്ടാണ്, ഈ പെസഹ ആചരിക്കാൻ വേണ്ടിയാണ് യഹൂദന്മാരെല്ലാം അന്ന് യെരുശലേമിൽ വന്നത്. അപ്പൊ ആ പെസഹ ദിനത്തിൽ തന്നെ പെസഹ കുഞ്ഞാടായിട്ടാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. അപ്പം ഈ പെസഹ അറുക്കപ്പെട്ട ആ കുഞ്ഞാടിന്റെ രക്തം എന്ത് ചെയ്യണമെന്ന് നമ്മൾ വായിക്കുന്നത് പുറപ്പാട് 12-ന്റെ 22-ാമത്തെ ഭാഗത്തിൽ ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പിടിമേലും കട്ടടക്കാൽ 2-ന്മേലും തേക്കണം. പിറ്റേന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത്. അപ്പം ആ ഒരു ഈസോപ്പ് തണ്ടിന്മേല് വേണം രക്തം പുരട്ടാൻ. അപ്പൊ ആ ഒരു ഈസോപ്പ് ഇവിടെ ക്രൂശിന്റെ സമയത്തും ആ പെസഹ കുഞ്ഞാടിന്റെ അടുത്തേക്ക് ഈസോപ്പുമായിട്ടാണ് ഈസോപ്പിന്റെ മേലെ ആണ് ഈ പുളിച്ചു കുഞ്ഞുമായിട്ട് ചെന്നത് എന്നുള്ള കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം. പിന്നെ കർത്താവ് പറഞ്ഞ എന്താ, എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞു അല്ലെ. അത് അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ ഇറ്റ് ഇസ് ഫിനിഷ്ഡ്, ടിലിയോ എന്നുള്ളൊരു വാക്ക്, ടു ഫിനിഷ് എന്നുള്ളൊരു വാക്ക്, അവിടെ ആ ടിലിയോ എന്നുള്ള വാക്ക് ആദ്യത്തെ 2 നൂറ്റാണ്ടുകളിലൊക്കെ അത് അതിന്റെ ഒരു അർത്ഥം ഇങ്ങനെ അവര് യൂസ് ചെയ്തിരുന്ന, പേയിങ് എ ഡെറ്റ്. പല റെസീറ്റുകളിലൊക്കെ ഇങ്ങനെ ടിലയോ എന്ന് എഴുതി എന്ന് പറഞ്ഞാല്
ഫുൾഫില്ലിംഗ് ഓഫ് പേയിങ് എ ഡെറ്റ് ആൻഡ് ഓഫൻ അപ്പിയർഡ് ഇൻ റെസീറ്റ്സ്. അപ്പൊ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് അല്ലെങ്കിൽ ടിറ്റിലിസ്റ്റായി എന്ന് പറയുന്ന കർത്താവ് ആ ഒരു വാക്ക് അത് ഇങ്ങനെ എഴുതാം, പെയ്ഡ് ഇൻ ഫുൾ. അതായത് എല്ലാം റെസീറ്റ് എല്ലാം പേ ചെയ്തിരിക്കുന്നത്, അതായത് നമ്മുടെ പാപത്തിന്റെ കടമെല്ലാം പേ ചെയ്തിരിക്കുന്നത്. നമ്മളെ കർത്താവ് ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ പല കാര്യങ്ങളും ഫിനിഷ്ഡ് ആയി എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ അവിടെ കർത്താവ് ഒരു റെസീറ്റ് എഴുതി പറയുക എല്ലാം ഫിനിഷായി, നമ്മുടെ പാപക്കടമെല്ലാം ഫിനിഷായി, പെയ്ഡ് ഇൻ ഫുൾ. നമ്മളുടെ പാപത്തിന്റെ കടം നിത്യ നരകാഗ്നി കർത്താവ് ആ 3 നാഴിക നേരം, അവസാനത്തെ 3 നാഴിക നേരം നരകാഗ്നിയൊക്കെ സഹിച്ച് കർത്താവ് ഇറ്റ് ഇസ് ഫിനിഷ്, നിവൃത്തിയായി എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം നിവൃത്തിയായി. അവിടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും കർത്താവിനെ കുറിച്ചുള്ള മെസ്സിയെ കുറിച്ചുള്ള പ്രവചനങ്ങള് അതുപോലുള്ള വാഗ്ദത്തങ്ങള്, ഇതെല്ലാം പ്രതീകങ്ങള്, പ്രതീകാത്മകമായിട്ടുള്ള പല പ്രയോഗങ്ങൾ, അങ്ങനെ ഉള്ളതെല്ലാം എല്ലാം നിവൃത്തിയായി. പിന്നെന്താ, ദൈവത്തിന്റെ ആ ഒരു മഹാപുരോഹിതനായിട്ട് മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായിട്ട് ആ പാപയാഗമായിട്ട്, പുരോഹിതനും യാഗവും ഒന്ന് തന്നെ. യേശു കർത്താവ് തന്നെയാണ് മഹാപുരോഹിതൻ, യേശു കർത്താവ് തന്നെയാണ് ആ പുരോഹിതൻ അർപ്പിക്കുന്ന യാഗം. യാഗമൃഗവും പുരോഹിതനും ഒന്നായി തീർന്ന ആ കർത്താവിന്റെ യാഗം പൂർത്തിയായി. കർത്താവിന്റെ അനുസരണം, കർത്താവ് നമ്മെപ്പോലെ തന്നെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്ന് എബ്രായർ 4:15 നമ്മൾ വായിക്കുമ്പോൾ, കർത്താവ് നമ്മെപ്പോലെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു, എല്ലാത്തിലും കർത്താവ് അനുസരിച്ചു. കർത്താവ് എല്ലാ പ്രലോഭനങ്ങളെയും നേരിട്ടിട്ടും കർത്താവ് ഒന്നിലും പാപം ചെയ്തില്ല. പിതാവിനെ അനുസരിച്ചു, പിതാവിന്റെ ഹിതം മാത്രം ചെയ്തു. പിതാവിന്റെ ഹിതം എല്ലാം പൂർത്തിയായി. ദൈവത്തിന്റെ നീതി പൂർത്തിയായി. പാപത്തിന് മേലുള്ള ദൈവത്തിന്റെ ക്രോധാഗ്നി, ആ നരകാഗ്നി, അതെല്ലാം പൂർത്തിയായി. പിന്നെന്താ, സാത്താന്റെ തോൽവിയും പൂർത്തിയായി. സാത്താന്റെ തല കർത്താവ് കാൽവരി കുരിശില് തകർത്ത് കളഞ്ഞു, ചതച്ച് കളഞ്ഞു നമ്മൾ എവിടെ വായിക്കുന്നേ? നമ്മളത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. പിശാച് ആദാമിനെ അവയും വഞ്ചിച്ച ശേഷം ദൈവം അവിടെ വാഗ്ദത്തം ചെയ്യുന്ന ഒരു കാര്യം എന്താ നമ്മളവിടെ വായിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ അതിന്റെ 15-ാമത്തെ വാക്യത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നേ. 15-ാമത്തെ വാക്യത്തില് അവൻ നിന്റെ തല തകർക്കും. അപ്പോ ഈ സ്ത്രീയുടെ സന്തതിയായിട്ട് വരുന്ന യേശു കർത്താവ് പിശാചിന് തല തകർക്കുന്നത് ഈ ക്രൂശിന്മേലായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് നമ്മൾ ഈ ലേഖനങ്ങളിലും കൊളോസ്യർ 2-ാം അധ്യായത്തിന് 14-15 വാക്യങ്ങളിലും അവിടെ പിശാചിന്റെ മേലും വാഴ്ചകളുടെ മേലും ഒക്കെ, പിശാചിന്റെ ശക്തികളുടെ മേലൊക്കെ കർത്താവ് ജയോത്സവം കൊണ്ടാടിയതായിട്ട്, ക്രൂശിന്മേലെ കർത്താവ് ജയോത്സവം കൊണ്ടാടിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വലിയൊരു എല്ലാം ഫിനിഷ് ചെയ്തു എന്നുള്ളൊരു കാര്യം. പിന്നീട് നമ്മൾ ആ 30-ാമത്തെ വാക്യം കാണുന്ന വേറൊരു വാക്യം എന്ന് പറഞ്ഞാൽ, അവിടുന്ന് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. തല ചായ്ച്ച് എന്ന് പറഞ്ഞാല് ഇങ്ങനെ തോറ്റ് തല കുനിച്ച് എന്നുള്ളതല്ല, മറിച്ച് തല ചായ്ച്ച്. ആ ചായ്ച്ച് എന്നുള്ള ഗ്രീക്ക് പദം ക്ലിനോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം. ക്ലിനോ എന്ന് പറഞ്ഞാൽ റിക്ലൈൻ ഇൻ എ പ്ലേസ് ഓഫ് റിപ്പോസ്, അതായത് ഈ തല ചായ്ച്ച് ഉറങ്ങുന്നതിന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മള് അതേ ക്ലിനോ എന്നുള്ള വാക്ക് ഇവിടെ വചനത്തിൽ വേറെ ഉപയോഗിച്ചിരിക്കുന്ന ഒരിടം വായിച്ചാൽ നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. മത്തായി 8:20 വാക്യത്തില് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം അത്. മത്തായി 8:20 അങ്ങനെ ഒരു പാട്ടുണ്ട്, എന്താ, മനുഷ്യന് പുത്രന് തല ചായ്ക്കാൻ മണ്ണിനിടവില്ല. അപ്പൊ ആ തല ചായ്ക്കാൻ എന്നുള്ളത് ഈ ക്ലിനോ എന്നുള്ള വാക്ക് തന്നെ. മത്തായി 8-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തില് മനുഷ്യപുത്രനോ തല ചായ്ക്കാൻ, ആ ചായ്ക്കാൻ എന്നുള്ളത് ശരിക്കും ക്ലിനോ എന്നുള്ള പദം. അപ്പൊ കർത്താവ് ഈ മരിക്കുമ്പോ എന്തോ അയ്യോ എല്ലാം നാശാവശമായി, ഇപ്പൊ തലയൊക്കെ കുനിച്ച് ലജ്ജിതനായി, അങ്ങനെയല്ല, മറിച്ച് ഒരു ഉറക്കത്തിലേക്ക് ഒരു തലയണ ചാരി ഉറങ്ങുന്നത് പോലെ ഒരു തല ചായ്ച്ച് ആ ഒരു പദമാണ് പരിശുദ്ധാത്മാവ് അവിടെ ഉപയോഗിച്ചത്. അത് മാത്രമല്ല, ഇത് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിനെ ആർക്കെങ്കിലും കൊല്ലാൻ സാധിക്കുമായിരുന്നു? എന്നുവെച്ചാൽ പാപം ഇല്ലാതിരുന്ന കർത്താവിനെ ആർക്കും കൊല്ലാൻ സാധിക്കത്തില്ലായിരുന്നു. കർത്താവ് മരണത്തിന് അതീതനായി. എന്നാ കർത്താവ് പറയുന്നുണ്ട്, ഇതേ യോഹന്നാൻ 10-ാം അധ്യായത്തില് കർത്താവ് ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നേ. എന്റെ ജീവനെ 18-ാമത്തെ വാക്യം, ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. അതായത് അതെ, ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുക്കുവാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിക്കുവാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പം യേശുവിനെ അവരിനി എന്തെല്ലാം ചെയ്താലും കർത്താവ് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലായിരുന്നെങ്കിൽ കർത്താവിന് മരിക്കേണ്ട കാര്യമില്ലായിരുന്നു. കർത്താവ് എല്ലാത്തിലും ഉപരിയായിട്ടുള്ള സർവശക്തനായ ദൈവം അവിടുന്ന് എല്ലാ പരിമിതികളോടും കൂടെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നെങ്കിൽ പോലും അവിടെ വ്യക്തമായിട്ട് ദൈവവചനം എഴുതി വെച്ചേക്കുന്നത് ഹി ഗേവ് അപ്പ് ഹിസ് സ്പിരിറ്റ്.
അത് മാത്രമല്ല അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള ക്രൂസിലെ കുറ്റവാളികള് അവർ ആ സമയത്ത് മരിച്ചിട്ടില്ല. അവരുടെ പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്, അവരുടെ കാല് കാലിലെ അസ്ഥി ഒടിച്ചാണ് അവര് മരണത്തിലേക്ക് റോമൻ പടയാളികൾ അയച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് അതിനു മുമ്പ് കാര്യങ്ങളെല്ലാം നിവൃത്തിയായി. ഇനിയിപ്പം കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം നിവൃത്തിയായി. അതുകൊണ്ട് തലചായിച്ച് അങ്ങ് പിതാവിന്റെ മാർബോട് ചാരി ഉറങ്ങുന്നത് ലാഘവത്തില് ആത്മാവിനെ പിതാവിലേക്ക് കൊടുത്തു, എന്റെ ആത്മാവിനെ പരമേൽപ്പിക്കുന്നു. അവിടെ സങ്കീർത്തനം 31:5 കോട്ട് ചെയ്തുകൊണ്ട് കർത്താവ് അവിടെ ലൂക്കോസിൽ നമ്മൾ ആ വാക്യം വായിക്കുന്നുണ്ട്. പിതാവി എന്റെ ആത്മാവിനെ നിങ്ങൾ പരമേൽപ്പിക്കുന്നു എന്നുള്ള ആ ഒരു വാക്ക് കൂടെ നമ്മളവിടെ നമ്മളത് വായിച്ചായിരുന്നല്ലോ. ലൂക്കോസ് 23:46 വാക്യം. അവിടെ നമ്മൾ എന്താ വായിച്ചേ? സങ്കീർത്തനം 31:5 വാക്യം തന്നെ എന്താ? പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഈ ബ്രീത്ത് ഹിസ് ലാസ്റ്റ് എന്നുള്ളൊരു കാര്യം, ആ ഒരു എത്ര മാന്യതയോടെ, എത്ര സമാധാനത്തോടെ പിതാവിന്റെ ഇഷ്ടമെല്ലാം ചെയ്തു. അതിനിടയിൽ എന്റെ ദൈവമേ, എന്റെ ആ ക്രൂശില് ആ നരകാഗ്നി സഹിക്കുമ്പോൾ പിതാവിനാൽ കൈവിടപ്പെട്ടവനായപ്പം പിതാവിനെ വിളിക്കാൻ അപ്പം പറ്റിയില്ല. എന്റെ ദൈവമേ എന്ന് വിളിക്കാൻ പറ്റിയുള്ളൂ. എന്ന് വെച്ചാല് തന്നെ ഒരു കുറ്റവാളി എന്ന വണ്ണം പാപമാക്കപ്പെട്ട് ലോകത്തിന് പ്രപഞ്ചത്തിന്റെ ന്യായാധിപന്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ എന്റെ പാപം, നമ്മുടെ ഓരോരുത്തരുടെയും പാപമാണ് യേശു കർത്താവ് അവിടെ ക്രൂശിൽ ചുമന്നത്. അപ്പൊ ആ സമയത്ത് എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് അതും സങ്കീർത്തനം 22:1 വാക്യത്തിന് നിവർത്തിയാന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം ആ ഒരു കർത്താവിന്റെ ആ ഒരു താഴ്മയും കർത്താവിന്റെ പിതാവിനുള്ള വിധേയത്വവും, അതുപോലെ വേറൊരു കാര്യം നമ്മളവിടെ കാണുന്നതെന്ന് പറഞ്ഞാല് അതിന് തൊട്ട് മുമ്പ് 29 വാക്യത്തിൽ കർത്താവ് ആ പുളിച്ച് വീഞ്ഞ് കുടിക്കാന് ചോദിക്കുന്ന ഐ എം തേഴ്സ്റ്റി എന്ന് പറയുന്നത്, അതും തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ആണ് കർത്താവ് പറഞ്ഞ് 28 വാക്യം ടു ഫുൾഫിൽ ദ സ്ക്രിപ്ചേഴ്സ് എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അത് നമ്മളത് കഴിഞ്ഞ അങ്ങേയാഴ്ചയും സങ്കീർത്തനത്തിൽ കണ്ടായിരുന്നു. സങ്കീർത്തനം 22 എന്റെ നാവ് ആ ഒരു സമയത്ത് നാവ് അണ്ണാക്കിനോട് ചേർന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പദപ്രയോഗം നമ്മള് സങ്കീർത്തനം 22 ഞാൻ ആ വാക്യം ഒന്ന് എടുത്ത് വായിച്ചോട്ടെ. അതെ, 15 വാക്യം. എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യം വായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് കർത്താവിന് കുറച്ച് ഒച്ചത്തിൽ എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ, നമുക്ക് ഒത്തിരി ദാഹിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഒച്ചത്തിൽ എന്തെങ്കിലും പറയാനൊക്കെ ഇല്ല. അപ്പൊ ഇത് പറയണമെന്നുണ്ടെങ്കിൽ കർത്താവിന് അതിനു മുമ്പ് എന്റെ എല്ലാം നിവൃത്തിയായി, പിതാവേ എന്റെ ആത്മാവിനെ നിങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നും കൂടെ പറയണം. അത് ലോകത്തിന് അവിടെ മുമ്പാകെ ഇരിക്കുന്നവർക്കെല്ലാം സാക്ഷ്യമായിട്ട് അത് പറയേണ്ടതുണ്ട്. അപ്പൊ കുറച്ചുകൂടെ അത്രയ്ക്ക് ഒട്ടിപ്പോയിരിക്കുക. അപ്പൊ ഇനി പറയാനൊക്കത്തില്ല. അപ്പൊ കുറച്ച് അതുവരെ കർത്താവ് അതിനു മുമ്പാണെങ്കിൽ കയ്പ് അല്ലെങ്കിൽ വീഞ്ഞൊക്കെ കൊടുത്തപ്പം അത് പെയിൻ നമ്പിങ് ആയിട്ട്, ഒരു അനസ്തെറ്റിക് ആയിട്ട്, വേദന സംഹാരിയായിട്ടൊക്കെ കൊടുക്കാൻ ശ്രമിച്ചപ്പം കർത്താവ് അത് രുചിച്ച് നോക്കിയിട്ട് അതിന്റെ സമയമായില്ല, ഇതൊക്കെ കുടിച്ചാൽ ഞാൻ മയങ്ങി കിറങ്ങിയൊക്കെ ഇരിക്കും, അതുകൊണ്ട് അത് വേണ്ടാന്ന് കർത്താവ് പറയുന്നതായിട്ട്, അത് വിസമ്മതിച്ചതായിട്ട് നമ്മളവിടെ മത്തായി 27 നമ്മളത് വായിക്കുന്നുണ്ട്. എന്ന് അവസാനം കർത്താവ് ഇത് കുടിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ശബ്ദത്തിൽ ഈ കാര്യം കൂടെ പറയണം. എന്താ? അപ്പൊ അതിനുവേണ്ടി കുറച്ച് പുളിച്ച് വീഞ്ഞ് എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ റോമൻ പടയാളികളൊക്കെ തന്നെ കുടിച്ചിരുന്ന ഒരു പാനീയമായിട്ട് വിനീഗർ, അങ്ങനെ ഒരു അതിന്റെ ഒരു അർത്ഥം, ആ ഒരു ഗ്രീക്ക് വാക്കിന്റെ ഒരു അർത്ഥം അങ്ങനെ ഒരു സ്ട്രോങ്സ് ഡിക്ഷണറിയിൽ പറയുന്നുണ്ട്. അപ്പം ആ ഒരു കർത്താവ് കുടിച്ച് അത് കഴിഞ്ഞിട്ട് നിവൃത്തിയായി എന്ന് പറയത്തൊക്കെ വേണം. അപ്പൊ ആ ദാഹിക്കുന്നു എന്ന് പറയുന്നതും തിരുവഴുത്തിന് നിവൃത്തിയാകത്തൊക്കെ വേണം നമ്മൾ വായിക്കുന്നു. അപ്പൊ ഓരോ കാര്യത്തിലും തിരുവഴുത്ത് നിവൃത്തിയാകത്തൊക്കെ വേണം കർത്താവ് കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മളോട് കാണുന്നുണ്ട്. അവിടെ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന് ആക്ഷരികമായി ദാഹിക്കുന്നു, പിന്നെ നമുക്ക് വേണ്ടി നമ്മളുടെ രക്ഷയെ ദാഹിക്കുന്ന, നമ്മളോടുള്ള കൂട്ടായ്മയെ ദാഹിക്കുന്ന ഒരു കർത്താവിന്റെ ആ ഒരു ആത്മീയ ദാഹത്തെ എല്ലാം നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നെ 31 വാക്യം, നമ്മൾ 30 വരെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചപ്പോൾ 30 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മൾ പറയാൻ കുറച്ചുകൂടെ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാനങ്ങ് ഫില്ലപ്പ് ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് പോർഷൻസ് ബാക്കിയുള്ള സുവിശേഷങ്ങളിൽ നിങ്ങൾ കണ്ടു. ഇനി 31 വാക്യം കൂടെ വായിച്ച് നമുക്ക് ബാക്കിയുള്ള സൗകര്യങ്ങളിൽ നിന്നും പെട്ടെന്ന് കേൾക്കാമല്ലോ. 31 വാക്യത്തിൽ അന്ന് ഒരുക്കുന്നാളും ആ ശബ്ബത്ത് നാൾ വലിയതും ആയതുകൊണ്ട് ശരീരങ്ങൾ ശബ്ബത്തിൽ ക്രൂശന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാലൊടിച്ച് എടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പിലാത്തോസിനോട് അപേക്ഷിച്ചു. അപ്പം അത് ആ ശബ്ബത്ത് നാള് വലിയൊരു ശബ്ബത്ത് നാളായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നത്. സാധാരണ ശബ്ബത്ത് നാളല്ലായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നത്. അതൊരു ഒരുക്കനാളായിരുന്നു എന്ന് പറഞ്ഞാല് പെസഹ കഴിഞ്ഞിട്ട് പിന്നീട് അവർക്കൊരു ഫീസ്റ്റ് ഓഫ് അൺലെവൻഡ് ബ്രെഡ് എന്ന് പറഞ്ഞാല് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ
പെരുന്നാൾ ഉണ്ടായിരുന്നു. 14 തീയതി നിസാൻ മാസം 14 തീയതിയാണ് പെസഹ ആചരിക്കുന്നത്. 15 തീയതി മുതൽ അവർക്കൊരു 7 ദിവസത്തേക്ക് നമ്മളത് ലേവ്യ പുസ്തകത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ലേവ്യ പുസ്തകം 23 അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ആ പെസഹ കഴിഞ്ഞിട്ട് വരുന്ന ദിവസം അവർക്ക് ഒരു വിശ്രമ ദിവസമായിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ ലേവ്യ പുസ്തകം 23 വായിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ശബ്ബത്ത് നാളിനെ കുറിച്ചാണ് നമ്മളിവിടെ യോഹന്നാൻ 19:31 വാക്യത്തിൽ വായിക്കുന്നത്. ലേവ്യ പുസ്തകം 23 5 വാക്യത്തിൽ, ലേവ്യ പുസ്തകം 23 എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അവിടാണ് ഈ യഹൂദന്മാരുടെ 7 പെരുന്നാളുകൾ, 7 ഫീസ്റ്റുകളെ കുറിച്ച് പറയുന്ന കാര്യം. ശബ്ബത്ത്, പിന്നെന്താ പെസഹ, ആദ്യഫല പെരുന്നാള്, വാരോത്സവം അല്ലെങ്കിൽ പെന്തക്കോസ്ത് പെരുന്നാള്. ആ പെന്തക്കോസ്ത് പെരുന്നാളിന്റെ ദിവസമാണ് പെസഹ കഴിഞ്ഞിട്ട് 50ാമത്തെ ദിവസം ആയതുകൊണ്ടാണ് അത് പെന്തക്കോസ്ത് എന്നുള്ള ആ വാക്കുള്ളത്. ആ ദിവസമാണ് അപ്പോസ്തലർ 2 അധ്യായത്തില് അന്ന് അവരത് ആഘോഷിക്കുന്നത്. അന്ന് കർത്താവ് പെസഹ ദിനത്തിൽ ക്രൂശിക്കപ്പെട്ടു. 50ാം ദിവസമാണ് പരിശുദ്ധാത്മാവ് വരുന്ന ദിവസം. പിന്നെ 23ാമത്തെ വാക്യം മുതൽ കാഹളധ്വനി, ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ്. പിന്നെ 26ാമത്തെ വാക്യത്തിന്റെ ഡേ ഓഫ് അറ്റോൺമെന്റ്, മഹാപാപ പരിഹാര ദിനം. പിന്നെ 33ാമത്തെ വാക്യം മുതൽ കൂടാര പെരുന്നാൾ, അത് സഹസ്രാബ്ദ വാഴ്ചയൊക്കെ കുറിക്കുന്ന കൂടാര പെരുന്നാൾ, ഫീസ്റ്റ് ഓഫ് ബൂട്ട്സ് അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾസ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ യോഹന്നാൻ 7 അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. ആ സമയത്ത് കർത്താവ് യെരുശലേമിൽ പോയ കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ലേവ്യ പുസ്തകം 23 5 വാക്യത്തിന് 1-ാം മാസം, അതായത് നമ്മളിപ്പം പുറപ്പാട് 12 അധ്യായത്തിൽ വായിച്ച ആ കാര്യമാണ്. 1-ാം മാസം 14 തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ. ആ മാസം 15 തീയതി യഹോവയ്ക്ക്, അപ്പൊ 14 തീയതി പെസഹ, 15 തീയതി യഹോവയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, ഫീസ്റ്റ് ഓഫ് അൺലെവൻ ബ്രെഡ്. 7 ദിവസം പുളിപ്പില്ലാത്ത. അപ്പൊ അതിന്റെ ഒരു ഒരുക്കനാള് എന്നുള്ള കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. അപ്പൊ ആ ഒരുക്കനാളും പിന്നെ അത് വലിയ ശബത്തും ആയിരുന്നതുകൊണ്ട്, അപ്പം വലിയ ശബത്ത് വരുവാണ്. അപ്പൊ ആ വലിയ ശബത്ത് അതൊരു ഇറ്റ് വാസ് എ ഹൈ ഡേ. ആ ശബത്തൊരു മഹാശബത്ത് ആയിരുന്നതുകൊണ്ട് നമ്മളിപ്പോ അവിടെ വായിച്ചെന്ന് പറഞ്ഞാല് നമ്മൾ വായിക്കുന്നേ അതിന്റെ ആ 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം അതിന്റെ ലേവ്യ പുസ്തകം 23 വാക്യം, 1-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം, സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. അപ്പൊ അതൊരു ശബത്ത്, 7-ാം ദിവസം ഒരു ശബത്ത് ആചരിക്കണം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അന്ന് പഴയ നിയമത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അതിന്റെ ഇതേ ലേവ്യ പുസ്തകം 23 3-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്, 7-ാം ദിവസം. അതുകൊണ്ട് സാറ്റർഡേ, ശനിയാഴ്ച അവര് യഹൂദന്മാർ ഇപ്പോഴും അല്ലെങ്കിൽ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകളൊക്കെ തെറ്റായിട്ട് അത് വ്യാഖ്യാനിച്ചിരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. എന്നാൽ ഈ പെസഹ കഴിഞ്ഞിട്ട് ഇതുപോലൊരു സാമാന്യ വേലയൊന്നും ചെയ്യരുതാത്ത ഒരു പെസഹ കഴിഞ്ഞിട്ടുള്ള ദിവസം ഒരു ശബത്ത് ആയിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ ലേവ്യ പുസ്തകം 23:7 നമ്മൾ വായിക്കുന്നത്. അപ്പം നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ലേവ്യ പുസ്തകം ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം ഈ ത്രൂ ദ ബൈബിൾ, സാക്ബറിന്റെ ത്രൂ ദ ബൈബിളൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. ഇത് ഈ ഒരു കർത്താവ് ക്രൂശിക്കപ്പെട്ട ദിവസത്തിന്റെ പിറ്റേന്നാൾ ഒരു മഹാശബത്തായിരുന്നു. അത് അതിനുശേഷം പിന്നെ യൂഷ്വൽ ആയിട്ടുള്ള ഒരു ശബത്ത് നാൾ വന്നു. അതിനുശേഷം ഞായറാഴ്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റ് എന്നുള്ള കാര്യം. എന്തുകൊണ്ട് അങ്ങനെ ആവുമ്പോൾ കർത്താവ് എല്ലാവരും പൊതുവെ ഇന്ന് ക്രിസ്ത്യലോകം ചിന്തിക്കുന്നുണ്ട് വെള്ളിയാഴ്ച കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്നുള്ള കാര്യം. എന്നാൽ കർത്താവ് തന്നെ പറഞ്ഞൊരു പ്രവചനമുണ്ട് മത്തായി 12-ാം അധ്യായത്തില്. അവിടെ യോനയുടെ അടയാളം അല്ലാതെ വേറെ അടയാളമൊന്നും തരത്തില്ല, 3 രാവും 3 പകലും തിമിംഗലത്തിന്റെ വയറ്റില്. നമ്മള് യോനയുടെ അടയാളത്തെ കുറിച്ച് മത്തായി 12:38 മുതൽ വായിക്കുന്നുണ്ട്. അവിടെ 40-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. അപ്പൊ 3 രാവും 3 പകലും ഇരിക്കണമെങ്കിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ഒരു വ്യാഴാഴ്ച ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വ്യാഴാഴ്ച രാത്രിയില്, വെള്ളിയാഴ്ച രാത്രിയില്, ശനിയാഴ്ച രാത്രിയില്, പിന്നെ വ്യാഴാഴ്ച ആ 3 മണി നേരം കഴിഞ്ഞിട്ടുള്ള ആ പകൽക്കാലം, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച 3 ദിനങ്ങൾ. അതും കഴിഞ്ഞ് കർത്താവ് ഞായറാഴ്ച പ്രഭാതം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പേ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് നമ്മള് അങ്ങനെ ആ ഒരു പ്രവചന നിവൃത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് ഒരു വ്യാഴാഴ്ച ക്രൂശിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുവാണെങ്കിൽ ആ കാര്യങ്ങളിലുള്ള കൺഫ്യൂഷൻ അങ്ങ് മാറുന്നതായിട്ട് നമുക്ക് കാണാനൊക്കെ. അപ്പൊ അതിന്റെ ഒരു ഉത്ബലകമായിട്ടുള്ള ഒരു വചനം കൂടെ നമ്മളിവിടെ യോഹന്നാൻ 19:31 വായിക്കുന്നത്. അപ്പം കർത്താവ് വ്യാഴാഴ്ച ക്രൂശിക്കപ്പെട്ടു. അതിന്റെ പിറ്റേ ദിവസം, ആ പെസഹ ദിനത്തിന്റെ പിറ്റേ ദിവസം ഒരു വലിയ ശബത്തായിരുന്നു. അപ്പൊ ആ ദിവസം ശബത്ത്. അതിനുശേഷം പിന്നെ
റെഗുലർ സബത്ത്, ശനിയാഴ്ച റെഗുലർ സബത്ത്, അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച അവർ ഉയർത്തെഴുന്നേൽക്കുന്നു. അത് മാത്രമല്ല, ഇവിടെ നമ്മൾ വായിക്കുന്ന ആ ഒരു ശബത്ത് നാൾ വലിയതും ആയതുകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത്, അങ്ങനെയുള്ള ഒരു പ്രമാണം നമ്മൾ ആവർത്തന പുസ്തകത്തിലും അതിന്റെ അനുസരണ യോശുവയുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാനത് പെട്ടെന്ന് ആ വാക്യങ്ങളും കൂടെ എടുത്ത് ഈ വാക്യത്തോട് ബന്ധപ്പെട്ട് അത് കൺക്ലൂഡ് ചെയ്യാമല്ലോ. ആവർത്തന പുസ്തകം 21 അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ആവർത്തന പുസ്തകം 21 അധ്യായത്തില് അത് നമ്മൾ വായിക്കുന്ന എന്താ? ആവർത്തന പുസ്തകം 21 അധ്യായത്തില് അതിന്റെ 22ാമത്തെ വാക്യത്തില്, ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ ഒരു മരത്തിൽ തൂക്കിയാൽ, കർത്താവ് ഒരു ക്രൂശിൽ ഒരു മരത്തിലാണ് തൂക്കപ്പെട്ടതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണുന്നു. കർത്താവ് മരത്തിൽ തൂങ്ങുന്നവനൊക്കെ ശപിക്കപ്പെട്ടവൻ, അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നതായിട്ടൊക്കെ നമ്മൾ ഗലാത്യർ 3 അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിലൊക്കെ അവിടെയും വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മരത്തിൽ തൂക്കിയാൽ അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവൻ ഇരിക്കരുത്, അന്ന് തന്നെ അത് കുഴിച്ചിടണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തൻ, കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ അശുദ്ധമാക്കരുത്. അപ്പം കർത്താവ് ശാപമായിട്ട് മരിച്ചു. അപ്പൊ അന്ന് തന്നെ അത് ആ ശവശരീരം മറവ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് യഹൂദന്മാര് പീലാത്തോസിനോട് അപേക്ഷിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. ഇതേപോലൊരു കാര്യം നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തില് ഹായി രാജാവിനോടുള്ള ബന്ധത്തിൽ വായിക്കുന്നുണ്ട്. ഈ യോശുവയുടെ പുസ്തകത്തിലേക്ക് പെട്ടെന്ന് പോവുകയാണെങ്കിൽ അതിന്റെ 8-29 വായിക്കുവാണെങ്കിൽ അവിടെ യോശുവ 8-29 ഹായി രാജാവിനെ അവർ സന്ധ്യ വരെ ഒരു മരത്തിൽ തൂക്കി, സൂര്യൻ അസ്തമിച്ചപ്പോൾ യോശുവയുടെ കൽപ്പന പ്രകാരം ശവം മരത്തിൽ നിന്ന് ഇറക്കി പട്ടണവാസലിലേക്ക് ഇടുകയും അതിന്മേൽ ഇന്നുവരെ നിൽക്കുന്ന ഒരു വലിയ കൽക്കുന്ന് കൂട്ടുകയും ചെയ്തതായിട്ടൊക്കെ യോശുവ 8-29 വായിക്കുന്നുണ്ട്. പിന്നെ 10-26-27 വാക്യങ്ങളിൽ അവിടെ 5 രാജാക്കന്മാരെ ഇതുപോലെ തൂക്കിലിട്ടുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. യോശുവ 10-26-27 വാക്യങ്ങളിൽ എന്താ വായിക്കുന്നത്? അതിന്റെ ശേഷം യോശുവ അവരെ വെട്ടിക്കൊന്ന് 5 മരത്തിന്മേൽ തൂക്കി അവർ സന്ധ്യ വരെ തൂങ്ങി കിടന്നു. കഴിഞ്ഞിട്ട് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് യോശുവയുടെ കൽപ്പന പ്രകാരം അവരെ മരത്തിൽ നിന്ന് ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിലിട്ടു. ഗുഹയുടെ ദ്വാരത്തിങ്കൽ വലിയൊരു കല്ല് ഉരുട്ടി വെച്ചതായിട്ടൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു കൽപ്പനയുടെ ഒരു നിവൃത്തിയും കൂടെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ നിർത്തുക. പിന്നെ 32ാമത്തെ വാക്യം മുതൽ കർത്താവിന്റെ എല്ലുകളൊന്നും ഒടിഞ്ഞില്ല, അത് വലിയൊരു പ്രവചന നിവർത്തിയാന്നുള്ള കാര്യമൊക്കെ നമ്മൾ പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്താ ഉത്സാഹങ്ങൾ കിട്ടാനുള്ള, നമ്മൾ പ്രായോഗികമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടു. കർത്താവിന്റെ ആ ഒരു നല്ല സ്വീകാരത്തെ കുറിച്ച് നമ്മൾ കേട്ടു. പിന്നെന്താ, കർത്താവ് റോമൻ പടയാളികളെ തന്നെ കർത്താവ് മാനസാന്തരത്തിലേക്ക് നയിച്ചിരിക്കാം. അതുപോലെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിന്നീട് എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. പിന്നെ കർത്താവ് കർത്താവിന്റെ അമ്മയുടെ മറിയത്തിന്റെ ആ ഒരു സഫറിങ്ങിനെ കുറിച്ചൊക്കെ നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെ ദൈവത്തിന് ഓരോരുത്തരെ തെരഞ്ഞെടുക്കുമ്പോൾ അവരെ ഏതൊക്കെ രീതിയിലുള്ള കഷ്ടങ്ങളിലൂടെ കടന്നു പോകണം എന്നുള്ളൊരു കാര്യം പൗലോസിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഹീസ് എ ചോസൻ ഇൻസ്ട്രുമെന്റ് ടു സഫർ ഫോർ മീ. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായത്തില് അവിടെ നമ്മൾ വായിക്കുന്ന, അതും കൂടെ ഞാൻ വായിച്ചങ്ങ് നിർത്തിക്കോട്ടെ. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായത്തില് എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ സഫർ ചെയ്യേണ്ടതാകുന്നു എന്ന് അവിടെ പൗലോസ് രക്ഷയിലേക്ക് വരുമ്പം തന്നെ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കഷ്ടങ്ങളോ ചില പ്രതികൂലങ്ങളോ ഒക്കെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു അയ്യോ ദൈവമേ ഇതെന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ എന്നുള്ളൊരു കാര്യം. എന്നാ അതിന്റെ 15-16 അപ്പോസ്തലപ്രവൃത്തികൾ 9-15-16 അനന്യാസ് അനന്യാസിനോട് ദൈവം പറയുക, എന്താ പറയുന്നത്? അതിന്റെ 15-16 കർത്താവ് അവനോട് നീ പോവുക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിക്കുവാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും. ഞാൻ വലിയ വേറെ എന്തെങ്കിലും, ഇപ്പൊ നമ്മളാണെങ്കിൽ എന്തെല്ലാം റിവാർഡ് കിട്ടുമെന്ന് കാണിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം. എന്തെല്ലാം സഫർ ചെയ്യാനുണ്ടെന്നുള്ള കാര്യം, എന്തെല്ലാം ഇങ്ങനെ കഷ്ടങ്ങൾ സഹിക്കാനുള്ള കാര്യം കാണിക്കും എന്നുള്ളൊരു കാര്യം. അപ്പം അങ്ങനെയുള്ള ആ ഒരു മറിയത്തെ ദൈവം അതുപോലെ ഒരു പാത്രമായിട്ട് തെരഞ്ഞെടുത്ത കാര്യങ്ങളും, പിന്നെ കർത്താവിന്റെ ഓരോ അവസാന നിമിഷം വരെയും കർത്താവ് തിരുവഴുത്ത് നിവൃത്തിയാകത്തക്കവണ്ണം പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തതായിട്ടും, കർത്താവിന് മരണശേഷവും കർത്താവിന് അവിടെ ഒരു ചോയ്സ് ഇല്ലാതിരുന്ന സമയത്ത് കർത്താവിന്റെ അസ്ഥികളൊന്നും ഒടിയാതിരിക്കണം എന്നുള്ളതെല്ലാം ദൈവത്തിന്റെ പരമാധികാരത്തിൽ ആ തിരുവഴുത്തുകളൊക്കെ നിവൃത്തിയാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ ചോയ്സ് ഉള്ളിടത്ത് നമ്മൾ ദൈവത്തിന്റെ ഹിതത്തിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നമ്മുടെ ചോയ്സിന് അതീതമായിട്ടുള്ള പല കാര്യങ്ങളിലും
ദൈവം തന്റെ ഹിതം നമ്മളിൽ നിറവേറ്റുവാൻ തക്കവണ്ണം കർത്താവ് വിശ്വസ്തനാണെന്നുള്ള കാര്യവും കർത്താവെല്ലാം നിവർത്തിയാക്കി എന്നുള്ള കാര്യവും അവിടുത്തെ പ്രവചനങ്ങളും അവിടുത്തെ വചനങ്ങളും ഒക്കെ ഏറ്റവും നമ്മളിപ്പം പഴയ നിയമത്തിൽ നിന്നും അതും ഇതൊക്കെ ഈസോപ്പുദാന്റെ കാര്യവും ഇതൊക്കെ നമ്മൾ എന്തിനാ ഇത് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതെല്ലാം വചനം അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ വചനവും ഈ ക്രിസ്തുവിൽ അത് എത്രമാത്രം വചനത്തിന്റെ നിവൃത്തി ഇത് ദൈവവചനമാണെന്നുള്ളതിന് വലിയൊരു തെളിവും കൂടെ അത്. ഇപ്പൊ ഇത്രയും വാഗ്ദത്തങ്ങൾ, ഇത്രയും വചനങ്ങൾ, ഇത്രയും പ്രവചനങ്ങൾ നിവൃത്തിയായിട്ടുള്ള വേറെ ഏതെങ്കിലും പുസ്തകം ഉണ്ടോ എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ ലോകത്ത് അങ്ങനെ ഒരു പുസ്തകം ഇല്ല. ഇത് ദൈവം കുറെ ആൾക്കാരെ എവിടുന്നൊക്കെ എഴുതി ഉണ്ടാക്കിയ പുസ്തകമല്ലേ ഇതെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും പല പല നൂറ്റാണ്ടുകളിൽ പല പല ആൾക്കാര് പല പല ഭൂഖണ്ഡങ്ങളിലിരുന്ന് എഴുതിയ പുസ്തകം ഒരേ കാര്യം പറഞ്ഞ് അതിന്റെ എല്ലാ ആ പ്രവചനങ്ങളുടെ എല്ലാ നിവൃത്തി ആയിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ തന്നെ ഒരുപാട് പ്രവചനങ്ങൾ നിവൃത്തിയായി. ഇനിയും കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും അവസാന കാലത്തെ കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമൊക്കെ നിവൃത്തി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു തിരുവചനമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും ഒരു കെട്ടുകഥ ആരെങ്കിലും എഴുതി വെച്ച് എന്തെങ്കിലും ഒരു ഐതിഹ്യമോ എന്തെങ്കിലും ഒരു ചരിത്രമോ എന്തെങ്കിലും ഒരു സങ്കല്പമോ അല്ല, മറിച്ച് അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ളൊരു കാര്യമൊക്കെ ഈ വചനത്തിന് നിവൃത്തിയൊക്കെ നമ്മളെ ആ ഒരു കാര്യം കർത്താവെ അവിടുത്തെ വചനത്തിൽ എത്ര എന്തെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നിവൃത്തിയാകുന്നുണ്ടെങ്കിൽ കർത്താവ് ഈ വചനം എന്റെ ജീവിതത്തെ അത് അനുഗ്രഹിക്കാൻ മതിയായതാണ്. എന്റെ ജീവിതത്തിന് ഈ വചനം എനിക്ക് ആഹാരമാണ്. ഈ വചനപ്രകാരം എന്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്താനായിട്ട് അലൈൻ ചെയ്യാനായിട്ട് ഞാൻ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് നമുക്ക് പറയാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനായിട്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ വചനത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് അവിടുത്തെ ആത്മാവിനെ നിറയപ്പെടാനായിട്ട് ദൈവം സഹായിക്കട്ടെ, നമ്മളെ ബലപ്പെടുത്തട്ടെ. പല തരത്തിലുള്ള പല കഷ്ടങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ നിന്നും നമ്മൾ പതറിപ്പോകാതെ കർത്താവ് എന്റെ കരം പിടിച്ചിരിക്കുന്നു, അവിടുന്ന് പരമാധികാരിയാണ്, അവിടുന്ന് അറിയാതെ അനുവദിക്കാതെ മേലിൽ നിന്നൊരു അധികാരമില്ലാതെ അനുവാദമില്ലാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല എന്നുള്ള വലിയ സ്വസ്ഥതയോടെ സമാധാനത്തോടെ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം. കർത്താവ് അവിടുത്തെ ഇമ്പസ്വരം എന്റെ ചെവിയിൽ വന്നടിച്ചു, ഞാൻ കേട്ടു. കർത്താവിന്റെ സ്വരം കർത്താവ് പറയുന്നതായിട്ടും പിന്നെ നമ്മൾ അനുഭവിക്കുന്നതായിട്ടും ഒക്കെയുള്ള കാര്യങ്ങളായിട്ട് ഓരോരോ സ്റ്റാൻസിൽ നമ്മൾ മാറി മാറി പാടുമ്പോൾ അത് അർത്ഥമാക്കിക്കൊണ്ട് കർത്താവ് എന്റെ നമ്മളോട് പറയുന്നത് ക്ഷീണമുള്ള നിന്റെ തലയൻ മാറിൽ ചാരി സുഖിക്കുക എന്നൊക്കെ ഒന്നാമത്തെ സ്റ്റാൻസയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു കർത്താവ് ക്രൂശെങ്കിലും എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തന്റെ തല പിതാവിന്റെ മേലെ ചാരിക്കൊണ്ട് താൻ വിശ്രമിച്ചതുപോലെ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും കർത്താവെല്ലാം നിവൃത്തിയാക്കി എന്നുള്ള ആ ഒരു വിശ്രമത്തോടെ ആ ഒരു ആശ്വാസത്തോടെ കർത്താവിൽ വിശ്രമിച്ചുകൊണ്ട് ആ ശാന്തതയെ കാണാനും യേശുവിന്റെ സ്നേഹമാർവിൽ എന്നെ അടുപ്പിച്ചു, ദുഃഖങ്ങൾ മാറ്റി എന്നൊക്കെ നമ്മൾ അതൊക്കെ പാടി വരുന്നത്. അതൊക്കെ അർത്ഥമാക്കിക്കൊണ്ട് ഒരു വരികളും അർത്ഥമാക്കിക്കൊണ്ട് കർത്താവിനെ നോക്കി, കർത്താവ് നമ്മളുടെ മധ്യത്തിലുള്ള കർത്താവിനെ ആ തേജസ്സുള്ള തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് സന്തോഷത്തോടെ നമുക്ക് പാടാം. കർത്താവിന്റെ തിരുക്കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിച്ചുകൊണ്ട് എന്റെ ആത്മാവിനെ പിതാവി തൃക്കരത്തിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നുവെന്ന് പറഞ്ഞു തലച്ചാഴ്ച ആ പുത്രന്റെ അസ്വസ്ഥത, ആ കർത്താവിന്റെ സ്വരങ്ങള് കർത്താവ് നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇമ്പമോടെ അവിടുത്തെ ആ സ്വരങ്ങളെല്ലാം നമ്മളുടെ കാതിൽ വന്നടിച്ചുകൊണ്ടേയിരുന്നു. കർത്താവിന്റെ ആ സ്വരം നിത്യജീവന്റെ മൊഴികള് നമ്മളെ ജീവനിലേക്ക് നടത്തുവാനായിട്ട് അവിടുത്തെ വചനത്തിന്റെ ആഴങ്ങളെ ദൈവം നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവെ അവിടുത്തെ ആ വചനത്തിന്റെ വാഗ്ദത്വം ആകെയും സ്വന്തമാക്കുവാൻ നമ്മൾ പാടുന്നു. കർത്താവെ ആ വചനമെല്ലാം കർത്താവെ ഞങ്ങളിലും മാംസമായി തീരണം. യേശുവിലെ വചനം നിവൃത്തിയായതുപോലെ, യേശുവിലെ വചനം മാംസമായി തീർന്നതുപോലെ ഞങ്ങളുടെ ആത്മമനുഷ്യനിലും കർത്താവെ അങ്ങേ ഞങ്ങൾ ഭക്ഷിക്കുമ്പോൾ അത് കർത്താവെ ഞങ്ങളുടെ ആത്മമനുഷ്യന്റെ മാംസമായി തീരത്തക്കവണ്ണം കർത്താവെ ആ യേശുവിൽ നിന്നുള്ള എല്ലാ പോഷണങ്ങളും, എല്ലാ പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും കർത്താവിൽ നിന്നുള്ള എല്ലാ പോഷണങ്ങളെല്ലാം, ആ വചനത്തിന്റെ പോഷണങ്ങളെല്ലാം നമ്മളുടെ ആത്മമനുഷ്യന്റെ മാംസമായി തീർന്നു, ആത്മമനുഷ്യന്റെ ഭാഗമായി തീരുവത്തക്കവണ്ണം നമുക്ക് ആ വചനത്തിന് മുമ്പാകെ നമ്മൾ ഇതിനെ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവെ അങ്ങയിലെ വചനം നിവൃത്തിയായതുപോലെ ഓരോ കാര്യവും, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും തിരുവെഴുത്ത് നിവൃത്തിയാവാൻ വേണ്ടി ഞാൻ ദാഹിക്കുന്നു എന്ന് പറയും, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയും. തിരുവെഴുത്ത് നിവൃത്തിയാവാൻ വേണ്ടി കർത്താവിന്റെ ആ വസ്ത്രം അവർ പങ്കിട്ടതായിട്ട് നമ്മൾ വായിക്കും. തിരുവെഴുത്ത് നിവൃത്തിയാകാൻ വേണ്ടി കർത്താവിനെ അവർ കുത്തുന്നതായിട്ട് അവരുടെ കർത്താവിനെ അവരൊന്നും ഓടിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ തുടർന്ന് വായിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും യേശുവിന്റെ തിരുവെഴുത്ത് എത്രമാത്രം നിവൃത്തിയായി. കർത്താവിന്റെ ജീവിതത്തിന്റെ ധന്യത എത്ര ചേതോഹരമായ ഒരു ജീവിതം, എത്ര നമുക്ക് ആർക്കും കൊതി ഉളവാക്കുന്ന ഒരു ജീവിതം, എത്ര സ്വസ്ഥമായ, എത്ര വലിയ ദുഃഖങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആനന്ദതലത്താൽ അഭിഷിക്തനായിട്ട് ഈ ഭൂമിയിൽ സഞ്ചരിച്ച പരിപൂർണനായ മനുഷ്യനായ സർവശക്തനായ ദൈവമായ യേശു ക്രിസ്തു ആ കർത്താവിലേക്ക് നോക്കി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. സ്നേഹം നിറഞ്ഞ പിതാവേ,
യേശുവി അവിടുന്ന് ഒരു മുൻമാതൃകയായിട്ട് ഒരു മാതൃകയായിട്ട് ഞങ്ങളുടെ മുമ്പിൽ പോയതിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. അവിടുന്ന് ആ ക്രൂസില് പാപയാഗമായി തീർന്ന കർത്താവെ, അവസാനത്തിലുള്ള രക്തവും ചൊരിഞ്ഞ് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം നിവർത്തിച്ചു തന്നല്ലോ. നന്ദി കർത്താവെ. പിതാവിനെ എന്റെ ദൈവമേ എന്ന് മാത്രം വിളിക്കുന്നുണ്ടോണം അത്രമാത്രം കർത്താവെ പിതാവിനുള്ള കൂട്ടായ്മ പരിപൂർണമായിട്ടും വിച്ഛേദിക്കപ്പെട്ട നരകാഗ്നിയിൽ വെന്തിരിക്കുവാൻ തക്കവണ്ണം കർത്താവെ എന്നെ അത്രയധികം സ്നേഹിച്ചല്ലോ കർത്താവെ. അങ്ങിലേക്ക് ഞങ്ങൾ നോക്കുന്നു. അവിടുത്തെ സ്നേഹം നിറഞ്ഞ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു കർത്താവെ. ഞങ്ങൾ ആ മാർഗിൽ വിശ്രമിക്കട്ടെ കർത്താവെ. അവിടുത്തെ ആ പിതാവിന്റെ മാർഗിലിരുന്ന ഏകജാതനായ പുത്രൻ പിതാവിന് വെളിപ്പെടുത്തിയതുപോലെ അങ്ങയുടെ മാർഗോട് ചാരി അങ്ങനെ വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. അവിടുത്തെ ആ നല്ല സ്വീകാരമൊക്കെ ഞങ്ങൾ കേട്ടു. ഈ ലോകത്തിൻ്റെതല്ല കർത്താവെ, ഞങ്ങളുടെ രാജ്യം ഈ ലോകത്തിൻ്റെതല്ലല്ലോ കർത്താവെ. അവിടുത്തെ അധികാരമില്ലാതെ അവിടുത്തെ അനുവാദമില്ലാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അത്ര വലിയ സ്വസ്ഥതയാണ് കർത്താവെ ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങളെ ഈ ലോകത്തിൻ്റെതല്ല. അവിടുത്തെ അനുവാദം അറിവ് പെർമിഷൻ ഒന്നും ഇല്ലാതെ കർത്താവ് ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാം അവിടുത്തെ മുൻനിർണയ പ്രകാരം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ചെറിയ ചെറുതും വലുതുമായിട്ടുള്ള കഷ്ടങ്ങൾ, അത് ചെറുത് ഉറുമ്പുകടി പോലെ ഉള്ളതെങ്കിൽ പോലും അവിടുത്തെ കഷ്ടങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ ചെറു ഉറുമ്പുകടികൾ പോലെ ആണെങ്കിൽ പോലും അവിടുന്ന് കർത്താവെ പൗലോസിനോട് പറഞ്ഞതുപോലെ നീ എന്തൊക്കെയാ സഹിക്കാനിരിക്കുന്നത് എന്നുള്ള കാര്യം നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞതുപോലെ കർത്താവെ അവിടുന്ന് തെരഞ്ഞെടുത്തപ്പോൾ തന്നെ ആ കാര്യങ്ങളെ കർത്താവെ പൗലോസിന് അതിനെക്കുറിച്ചുള്ളൊരു ഗ്രാഹ്യം കൊടുക്കുന്നത് പോലെ ഞങ്ങളെ അങ്ങ് ഓരോരുത്തർ ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കടന്നു പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം കർത്താവെ ഞങ്ങളെ നോക്കുവാനായിട്ട്, ഞങ്ങളെ പുത്രന്റെ സ്വരൂപത്തിലേക്ക് അനുരൂപപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ എന്തെല്ലാം കടന്നു പോകണം എന്നുള്ള കാര്യമില്ല അവിടുന്നല്ല അവിടുത്തെ സിലബസിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അവിടുത്തെ കരിക്കുലം പോലെ ഞങ്ങളിൽ കർത്താവെ നിവൃത്തിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് നിവൃത്തിയായി എന്ന് പറഞ്ഞ് ജീവൻ പിടിഞ്ഞതുപോലെ കർത്താവെ അവിടുത്തെ വരവിൻ നാട്ടില് ഞങ്ങളുടെ കർത്താവെ ജീവിതത്തിന് അവസാനത്തിന് അത് ആദ്യം വരുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. ഏതാണെങ്കിലും കർത്താവെ അന്നും നിവൃത്തിയായി എന്ന് പറയുവാൻ തക്കവണ്ണം പിതാവ് എനിക്ക് ഏൽപ്പിച്ചു തന്നതെല്ലാം ഞാൻ പൂർത്തിയാക്കി നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്നൊക്കെ പറയാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. ഓരോ ദിവസവും അതിനായിട്ട് കർത്താവെ ഓരോ ദിവസവും അവിടുന്ന് കർത്താവെ ഞങ്ങൾക്കായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതൊക്കെ കർത്താവെ അങ്ങനെയുള്ള പ്രേരണയിൽ കർത്താവെ അത് കേട്ട് അതൊക്കെ ചെയ്യുവാനും നിവൃത്തിയാക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ എത്ര കുറവുള്ളവരാണ് കർത്താവെ, ഞങ്ങൾ എത്ര മന്ദതയുള്ളവരാണ്, കേൾക്കുവാൻ മന്ദതയുള്ളവരാണ്. ഞങ്ങളെ അങ്ങേ കേൾപ്പാൻ സഹായിക്കണമേ. പുത്രന്റെ അനുസരണം പോലെ കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇതിനെ സമ്പൂർണ്ണമായിട്ട് യാഗമായിട്ട് സമർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ ഒരു ഫ്രഷ് ആയിട്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറച്ചാക്കി കർത്താവെ ആ വചനമെല്ലാം ഞങ്ങളുടെ മാംസപലകമേലെ കർത്താവെ അത് പക്ഷികൾ വന്ന് കർത്താവെ കൊത്തിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് കർത്താവെ അത് പാറമേലായി പോകാതെ മുള്ളിനിടയിലും വീണ് പോകാതെ നല്ല നിലത്ത് കർത്താവെ ഓർമ്മയിൽ പരം കായ്ക്കുന്നതൊക്കെ വേണം. വചനമല്ല ഞങ്ങളുടെ കർത്താവെ ആത്മാവിൽ പോഷണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിവൃത്തിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനോട് സ്തുതിക്കുന്നു.